ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഈ വർഷം നല്ല ഡിസംബർ 31 വരുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസ് സീരീസ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നൊരു വാർത്ത PSC പുറത്തുവിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പക്ഷേ നമുക്ക് വന്നതിനകത്ത് കൃത്യമായിട്ട് ജനറൽ എന്നുള്ള കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലായിട്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെ ഉറച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങാം. 34 നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3-4 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ക്ലാസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ, അല്ലേ, ഇന്ന് നമ്മൾ ബ്രീഡ്സ് തുടങ്ങുന്നില്ല, ബ്രീഡ്സിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരത്തെ വരുന്ന പരീക്ഷകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് പുസ്തകത്തിൽ നിന്ന് കുറച്ചൊക്കെ വ്യതിചലിച്ചുകൊണ്ട്, അല്ലേ, പുസ്തകത്തിൽ നിന്ന് കുറച്ചൊക്കെ വ്യതിചലിച്ചുകൊണ്ട് കഴിഞ്ഞ നമ്മുടെ ഈ ഓഗസ്റ്റിൽ നടന്നൊരു എക്സാമിനേഷൻ ഉണ്ട്, നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ഉണ്ട്. അതിനകത്ത് പുസ്തകത്തിന് വ്യതിചലിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനം കുറച്ച് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഇലാബറേറ്റ് ആക്കണം. പുസ്തകത്തിൽ നിന്ന് കുറച്ചും കൂടെയൊക്കെ വിട്ട് നമുക്ക് ഇലാബറേറ്റ് ആക്കണം. അത് എങ്ങനെ ഏത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആരും ടെൻഷൻ വേണ്ട, അത് ഞാൻ ഏറ്റു. അറിയാമല്ലോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള 2021 നടന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാമിനേഷനിൽ ഫുള്ള് മാർക്കും സ്കോർ ചെയ്തിട്ടുണ്ടല്ലോ. ഏകദേശം ഒരു -4 മാർക്ക് പോലും ഇല്ലാതെ 95-ന് മുകളിൽ ഒരുപാട് കുട്ടികളാണ് സ്കോർ ചെയ്ത സഹകാരിയുടെ ചുണക്കുട്ടികൾ. അപ്പോൾ അതിന്റെ ഓരോ ജില്ലകളുടെയും റിസൾട്ടുകൾ നമുക്ക് ഓരോ ക്ലാസ്സുകളുടെ പരിചയപ്പെടാം. അപ്പോൾ ഈ വിജയം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എസ്പെഷ്യലി പരീക്ഷ എഴുതിയുള്ള പ്രാക്ടീസിന്റെ വിജയമാണ്. അല്ലാതെ പഠിക്കുക എന്നുള്ള കാര്യം എല്ലാവരും ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് ഈ നമ്മുടെ പുസ്തകം നന്നായിട്ട് പഠിക്കുക എന്നുള്ളത്. ആ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരീക്ഷകളുടെ റിപ്പീറ്റഡ് പ്രാക്ടീസാണ്. ആ ഒരു പ്രാക്ടീസ് തന്നെയാണ് നമ്മുടെ കുട്ടികളെ 1ാം റാങ്കിലേക്ക്, അല്ലെ, ആദ്യ റാങ്കുകളിലേക്ക് എത്തിച്ചത്. അപ്പം നമുക്ക് കോഴിക്കോട് ജില്ലയുടെ 535/2019 കാറ്റഗറി നമ്പർ പ്രകാരമുള്ള കോഴിക്കോട് ജില്ലയുടെ സഹകാരി റേസ് പ്ലസിന്റെ റിസൾട്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഇത് സഹകാരിയുടെ മാത്രം റിസൾട്ടാണോ, അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നാം, അല്ലെ. 1ാം റാങ്ക് നേടിയത് നമ്മുടെ ഷാൽവിൻ വിൽസൺ ആണ് 1ാം റാങ്ക്. അതേപോലെ ജിനി ആണ് 2ാം റാങ്ക്. ശരിക്കും നമുക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് ജിനിക്കായിരിക്കണം ഏകദേശം ഏറ്റവും കൂടുതൽ മാർക്ക്. കാരണം മാർക്ക് ഒരു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലേ. അപ്പോൾ 2ാം റാങ്ക്. അപ്പോൾ അത്തരത്തിൽ 1, 2, 3, 4, 5 ഇങ്ങനെ സഹകാരിയുടെ പിള്ളേർ മാത്രമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ഉണ്ടായിരുന്നതെല്ലാം. അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ നമുക്ക് എത്തിച്ചേരാനായിട്ട്, അല്ലെ, ആദ്യ റാങ്കുകൾ നമുക്ക് മാത്രം കിട്ടുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുള്ള പ്രാക്ടീസ് മക്കളെ അത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ഈ കുട്ടികളെയൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്താണ്, തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന പിള്ളേരാ. അമ്മാതിരി പഠിത്തം നമ്മൾ പഠിക്കും. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ, അല്ലെ, ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി പഠിക്കുന്നത് പോലെയുള്ളൊരു മെത്തേഡ്, അല്ലെങ്കിൽ അതുപോലെ ഒരു മെത്തേഡിൽ നമുക്ക് ഓൺലൈനായിട്ട് ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മുടെ സൗജന്യ വെബിനാറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് വെബിനാർ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ഞാനിപ്പോൾ നമ്പർ ഇവിടെ അടിയിൽ മെൻഷൻ ചെയ്യുക. ആ നമ്പറിൽ നിങ്ങളുടെ പേരും അതുപോലെ ജില്ലയും അതുപോലെ നോക്കുന്ന കോഴ്സും കൂടെ ആഡ് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ നിലവിലെ സഹകാരിയുടെ വെബിനാർ ഗ്രൂപ്പിലുള്ള ആൾക്കാരും മെസ്സേജ് അയക്കണമെന്നില്ല കേട്ടോ. കാരണം നിങ്ങൾ ആൾറെഡി വെബിനാർ ഗ്രൂപ്പിലുണ്ട്, നിങ്ങൾ അപ്ഡേറ്റ്സ് ഞാൻ തരും. വെബിനാർ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഈ മെസ്സേജ് അയക്കുക, നമുക്ക് വെബിനാർ കൂടെ നേരിട്ട് കാണാം. അതിനോടൊപ്പം ഈ ഫ്രീ ക്ലാസ്, ബാക്കി നോട്ട്സും അതുപോലെ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തിലേക്ക് വരിക, ഈ ഗ്രൂപ്പിലേക്ക് വരിക, ഈ മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ കോഴ്സ് തുടങ്ങിയതിന് ശേഷം ആപ്പിലായിരിക്കും കോഴ്സ് നടക്കുക. നമുക്ക് അത് പൊളിക്കാം, ഞാൻ വേറൊന്നും പറയില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ ചേട്ടന്മാരുടെ എല്ലാ ജില്ലയിലും ഉള്ള ചേട്ടന്മാരോട് ചോദിച്ചു നോക്കിയാൽ മതി, നമുക്കത് സൂപ്പറായിട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ ഫ്രീ ക്ലാസ് സീരീസോ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഉറപ്പായിട്ട് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. വെറുതെ വന്ന് ജോയിൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ 200% ആത്മാർത്ഥതയോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താ, പഠിക്കാൻ കുറച്ച് മാത്രമേ ഉള്ളൂ, അല്ലേ, കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, എക്സ്ട്രാ പുറത്തുനിന്ന് വരുന്ന കാര്യം കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് ഇവിടെ നമ്മൾ തരും. ഇന്ന് തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പുറത്തുനിന്ന് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് എനിക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എന്തൊക്കെയാണ് എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് ആരും ഓർത്ത് വിഷമിക്കേണ്ട. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരും ഞാൻ അവസാനം പറഞ്ഞ എന്താണ്, ബേസിക്സ് ഉറപ്പിക്കടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ വരുമെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ വായിക്കാൻ വേണ്ടി പോയ ആൾക്കാർ പലർക്കും ഇച്ചിരിയൊക്കെ റാങ്ക് താവോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അടിസ്ഥാനം നിങ്ങൾ ഇവിടെ തരുന്ന ബേസിക്സ് ഉറപ്പിക്കലാണ്. എക്സ്ട്രാ എന്താണ് വരാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യം ഇവിടെ തരും. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും ബോധർ ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ബ്രീഡ്സിനെ പരിചയപ്പെടുകയാണ്. ബ്രീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങുന്നില്ല ഇന്ന് ബ്രീഡ്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിജിനസ് ബ്രീഡ്സ് എല്ലാം ഒരു ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് മാത്രം എടുത്തു പോയിരുന്നത്. പക്ഷേ നമ്മൾ പിന്നെ രണ്ടാമത്തെ സെഷനായി, പിന്നെ മൂന്നാമത്തെ, അത് കഴിഞ്ഞ് KLD ബോർഡ് വന്നില്ലടാ, KLD ബോർഡ് വന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേക്കും അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ കണ്ടന്റ് നമുക്ക് എന്ത് വേണം, എവിടെ വരെ പഠിക്കണം, എവിടെ നിർത്തണം, ഈ കാര്യങ്ങളുടെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ എക്സ്ട്രാ വായിക്കണേ സയൻസ് ആണല്ലേ, ഏത് വരെ വേണോ വായിച്ചു പോകാൻ പറ്റും. പക്ഷെ നമ്മുടെ 100 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ പഠിച്ച് നിർത്തണം എന്നുള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബ്രീഡ്സിലേക്ക് പോകാം. ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബ്രീഡ് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ബ്രീഡ് കേട്ടിട്ടില്ലേ നിങ്ങൾ? പല സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താ പറയുക, എന്തായാലും VHSC പഠിച്ചപ്പോഴത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് അല്ലേ? കുറേ ബ്രീഡുകളുടെ പേരൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രീഡുകളെ വേർതിരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇച്ചിരി ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു റിപ്പീറ്റഡ് ആയിട്ട് നേച്ചറായിട്ട് വരുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് സംശയങ്ങളുള്ള സാധനം ബ്രീഡുകളുടെ മറ്റ് പേരുകൾ, ഇതര പേരുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ കാര്യവും എന്ത് പഠിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ പഠിക്കണമെന്നുള്ള ഞാൻ പറഞ്ഞുതരും. ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരും. ആ മെത്തേഡും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഏകദേശം ഒരു 3-4 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നിലവിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുടെ നമ്മൾ എടുത്ത് പോകുന്നുണ്ട്. നമ്മുടെ നിക്കോളായ് ക്രച്ചെങ്കോ എന്ന് പറയുന്ന ഒരു ഉക്രൈൻ ബ്രീഡറുടെ ഒരു ഡെഫിനിഷൻ, ബ്രീഡിനെ കുറിച്ച് ഡെഫിനിഷൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് BVSCക്ക് ജസ്റ്റ് നോക്കുന്ന കാര്യത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ബ്രീഡുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ BBC ടെക്സ്റ്റ് ബുക്ക് എല്ലാം കൂടെ ഒന്ന് റെഫർ ചെയ്തിട്ടാണ് നമുക്ക് നിങ്ങൾക്ക് വരുന്നത്. നോക്കാം. അപ്പോൾ എന്താ ബ്രീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ബ്രീഡുകളുടെ പേര് നമുക്കറിയാം. അപ്പോൾ ഈ ബ്രീഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ എന്തൊക്കെ അറിയാം? കാറ്റിൽ ബ്രീഡ്സ് നമുക്കറിയാം അല്ലേ? അതുപോലെ എന്താണ് ഗോട്ടിൻ്റെ ബ്രീഡ്സിൻ്റെ എണ്ണം ഒരുപാട് നമുക്കറിയാം. അതുപോലെ ചിക്കൻ ബ്രീഡ്സ് അറിയാം. അതുപോലെ പട്ടികളുടെ ബ്രീഡ് അല്ലേ? പഗ്ഗൊക്കെ ഓരോ ബ്രീഡ് അല്ലേടാ? യെസ്. അപ്പോൾ ടു ബി എക്സാക്റ്റ് നമുക്ക് ഡോഗിൻ്റെ ബ്രീഡ്സ് നമ്മൾ എടുത്ത് പഠിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണാൻ പറ്റും. എന്താണ്? ഭയങ്കര ഡിഫറൻസ് ആണല്ലേ പല ആനിമൽസ് തമ്മിൽ അല്ലേ? ഭയങ്കര ഡിഫറൻസ് ആണ്. ഇതിൻ്റെ ഒരു കോമൺ ആൻസിസ്റ്റർ ഒരു ഡോഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളോടൊപ്പം മനുഷ്യനോടൊപ്പം ജീവിച്ചു തുടങ്ങിയ ആദ്യത്തെ ഡൊമസ്റ്റിക് അനിമലാണ്. ഓക്കെ, അതായത് മനുഷ്യൻ ഗുഹാജീവിതം നയിച്ചിട്ടുണ്ടെന്ന സമയത്ത് തന്നെ മനുഷ്യൻ പുറത്തേക്ക് വലിച്ചെറിയുന്ന എല്ലിൻ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇറച്ചി കഷ്ണങ്ങളോ തിന്നാൻ വേണ്ടി നമ്മളെ കൂടെ വന്നിട്ടുള്ള ചെന്നായകളാണ് നമ്മൾ എന്ന് കാണുന്ന ഓരോ ഡോഗും അല്ലേ? അപ്പോൾ ആ ഡോഗുകളെ അല്ലേ, ആ ചെന്നായനെ നമ്മുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ ഓരോ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പഗ്ഗും ഉണ്ടായി, ഡാൽമേഷ്യനും ഉണ്ടായി അല്ലേ? ഗ്രേറ്റ് ഡെയിൻ എന്ന് പറഞ്ഞ നായം കഴിഞ്ഞോ? ഗ്രേറ്റ് ഡെയിൻ എന്ന് പറഞ്ഞ നായ എന്ന് പറയുമ്പോഴത്തേക്കും അത് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എന്നേക്കാളും ഹൈറ്റ് വരും. സാധാരണ ഈ 8 അടി പൊക്കമൊക്കെ വരുന്ന ഹൈറ്റ് വരുന്നതാണ് ഗ്രേറ്റ് ഡെയിൻ എന്ന് പറഞ്ഞ ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ. പഗ്ഗാണെങ്കിലോ അല്ലെങ്കിൽ പൂഡിൽ എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഡോഗ് ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഡോഗാണ് അല്ലേ? അപ്പോൾ ടോയ് പർപ്പസ്, ഓരോ മനുഷ്യൻ്റെ പർപ്പസിനനുസരിച്ച് നമ്മൾ ബ്രീഡ് ചെയ്ത് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ബ്രീഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതിനോടൊപ്പം ഈ ബ്രീഡിംഗ് എന്ന് പറയുന്ന, ഈ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വെറൈറ്റിയും നമ്മുടെ മനസ്സിൽ ഡിസ്പ്ലേ ആയി അല്ലേ? അപ്പോൾ എന്താ ബ്രീഡ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓർ ബേർഡ്സ് അല്ലേ? ഒരു ആനിമൽസിന്റെ അല്ലെങ്കിൽ ബേർഡ്സിന്റെ കൂട്ടത്തെയാണ് നമ്മൾ ബ്രീഡ് എന്ന് പറയുക. ഒരിക്കലും ഒരു ആനിമലിനെ ഒറ്റയ്ക്ക് നിർത്തിയാൽ എന്താണ്, അതിനെ മാത്രം വെച്ചൊരു ബ്രീഡാക്കാൻ പറ്റുകയില്ല. അപ്പോൾ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓർ ബേർഡ്സ് ഹാവിങ് കോമൺ ഒറിജിൻ അല്ലേ? കോമൺ ഒറിജിൻ, അതിനൊരു കൃത്യമായിട്ടുള്ളൊരു കോമൺ ഒറിജിൻ. എന്താ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഇതിനെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? ഒരു സ്ഥലം. നമുക്കിപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരൊറ്റ ബ്രീഡ് മാത്രമേ ഇപ്പോഴും നിലവിലുള്ളൂ. ഏതാ മക്കളെ ഒന്ന് പറഞ്ഞേ? അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. കേരളത്തിലെ ബ്രീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് മക്കളെ? വെച്ചൂർ പശു അല്ലേ? വെച്ചൂർ പശു. കാസർഗോഡ് കുള്ളനെ കുറിച്ച് നമുക്കിവിടെ പഠിക്കാനുണ്ട്. പക്ഷേ കാസർഗോഡ് കുള്ളൻ ഇപ്പോഴും ഒരു ബ്രീഡായിട്ട് നമ്മുടെ NBAGR അംഗീകരിച്ച് പുറത്ത് വന്നിട്ടില്ല കേട്ടോ. അതിന് ബ്രീഡ് ആക്കാൻ കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും റീസെന്റ് സ്റ്റഡീസിൽ കാസർഗോഡ് കുള്ളനും അതുപോലെ നമ്മുടെ വെച്ചൂർ പശുവും കോമൺ ജീനാണ് പേറുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എന്തായാലും വെച്ചൂർ പശുവിന് അതിൻ്റെതായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്റ്റംപി ഹോൺ, അതേപോലെ ഹോണിന് ചുറ്റാകുള്ള ചെറിയൊരു അതുപോലെ എന്താണ് കൃത്യമായിട്ട് ഇത്ര ഹൈറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. പക്ഷേ കാസർഗോഡ് കുള്ള അങ്ങനെയല്ല. കാസർഗോഡ് കുള്ളന് വരുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കൺസർവേഷൻ പ്രോജക്റ്റ് ആയിട്ട് അങ്ങനെ വന്നിട്ടുമില്ല. അപ്പോൾ ശരിക്കും ഇതൊരു ബ്രീഡായിട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു കിടിലമായിട്ടൊരു കൺസർവേഷൻ പ്രോജക്റ്റ് കൊണ്ടുവന്ന് ആ ക്വാളിറ്റിയുള്ള ആനിമൽസിനെ മാത്രം കൊണ്ടുവന്ന് അല്ലേ അതിനെ പരസ്പരം ബ്രീഡ് ചെയ്യിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്താണ്
അപ്പൊ വെച്ചൂർ തന്നെ എടുക്കാം. വെച്ചൂർ അല്ലെ, വെച്ചൂർ എടുക്കുമ്പോൾ എന്താണ്, വെച്ചൂർ പശുവിന് കോമൺ ഒറിജിൻ ഉണ്ട്. അത് സ്ഥലത്തിന്റെ പേരാണ് അല്ലെ വെച്ചൂർ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ. നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള സ്ഥലത്തിന്റെ പേരാണ് വെച്ചൂർ എന്ന് പറയുമ്പോഴത്തേക്കും വെച്ചൂർ പശു. എന്താണ് വെച്ചൂർ പശു എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ആണ്, കുറെ അനിമൽസ് ഉണ്ട് അല്ലെ. അതിന് കോമൺ ഒറിജിൻ ഉണ്ട് വെച്ചൂർ എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ എന്താണ് കോമൺ ബ്രീഡിംഗ് ഹിസ്റ്ററി അല്ലെങ്കിൽ കോമൺ ആൻസെസ്റ്റർ ഉണ്ടായിരിക്കണം. ബ്രീഡിംഗ് ഹിസ്റ്ററി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെച്ചൂർ കൺസർവേഷൻ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തില്ലേടാ, സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ വെച്ചൂർ കൺസർവേഷൻ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത് അവിടെ എന്തോ ഒരു ബ്രീഡിംഗ് ഹിസ്റ്ററി ഉണ്ടല്ലേ. എന്താണ് വെച്ചൂർ പശു എന്ന് പറയപ്പെടുന്ന ആ അനിമലിന്റെ എന്തെല്ലാം ക്യാരക്ടർ ആണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം ക്യാരക്ടർ ആണോ കൂടുതൽ ഇൻഹെറിറ്റ് ചെയ്ത് കാണപ്പെടുന്നത്, ആ ക്യാരക്ടേഴ്സ് ഉള്ള അനിമൽസിനെ മാത്രം കൊണ്ടുവരികയും കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ബ്രീഡിങ് അല്ലെങ്കിൽ ക്രോസ് ബ്രീഡിങ് കൃത്യമായിട്ട് നടത്തിയിട്ടാണ് ഈ ഒരു ബ്രീഡ് ഡെവലപ്പ് ആക്കി, അല്ലെങ്കിൽ ഇതൊരു ബ്രീഡാണ് എന്ന് നമുക്ക് അംഗീകരിപ്പിച്ച് എടുക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ എന്താണ് ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൂട്ടം അനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് ആയിരിക്കണം, അതിന് കോമൺ ഒറിജിൻ ഉണ്ടായിരിക്കണം അല്ലെ, കോമൺ ഒറിജിൻ ഉണ്ടായിരിക്കണം. അതുപോലെ കോമൺ ഒറിജിൻ എന്ന് പറയുമ്പോൾ നോക്കുക, കോമൺ ബ്രീഡിംഗ് ഹിസ്റ്ററി ഉണ്ടാവണം, കോമൺ ആൻസിസ്റ്റർ ഉണ്ടാകണം. എന്താ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പിതാമഹൻ അല്ലെ, അപ്പൂപ്പൻ. മിക്കവാറും ഇവരുടെയൊക്കെ അപ്പൂപ്പൻ ഒന്നായിരിക്കും അല്ലെ എന്ന രീതിയിൽ. അപ്പൊ നോക്കാം. അതുപോലെ വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാകണം. എന്താ വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, പലതരത്തിലുണ്ടാകാം. ഇപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സോഫ്റ്റ് ആണ് മനുഷ്യനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം എന്നെ വെച്ചിട്ട് ബ്രീഡ് ഉണ്ടാക്കുന്നു എൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മനുഷ്യരുടെ ബ്രീഡ് കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്താണ്, അത് വെൽ ഡിഫൈൻഡ് ആവണം, അത് അടുത്ത തലമുറയും കൈമാറണം അല്ലേ. പോട്ടെ എൻ്റെ കാര്യം ഇവിടെ, നിങ്ങൾ പശുവിൻ്റെ കാര്യം തന്നെ എടുക്കുക. 80 സെന്റിമീറ്ററിൽ കൂടുതലോ ഉണ്ടാവാൻ പാടില്ല. എന്താ നമ്മുടെ വെച്ചൂർ പശുവിന് അതൊരു ക്യാരക്ടറാണ്, അത് വെൽ ഡിഫൈൻഡ് ആണ്. മനസ്സിലായില്ലേ, വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്രീഡിംഗ് ഗ്രൂപ്പിൽ നമ്മൾ വെച്ചൂർ പശുക്കളെ തമ്മിൽ ക്രോസ് ചെയ്യുന്ന, ഒരു പശുവിനെയും പുള്ളിനെയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന കുട്ടിക്ക് 90 മുകളിൽ പൊക്കം ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ 1 മീറ്റർ പൊക്കം ഉണ്ടെന്ന് വെച്ചാൽ അത് വെച്ചൂർ പശു അല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അച്ഛനോ അമ്മയോ പൂർണ്ണമായിട്ടും വെച്ചൂരിൻ്റെ ജീൻ പേറുന്ന അനിമൽസ് അല്ല. മനസ്സിലായില്ലേ. അപ്പൊ എന്താണ്, അതൊരു വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ ആണ്. അങ്ങനെ ക്യാരക്ടർ ഉണ്ടായാൽ മാത്രം പോരാ, ദാറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ. അത് ഉറപ്പായിട്ടും അടുത്ത ജനറേഷനിലേക്ക് എത്തിക്കുകയും വേണം അതിനും വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കോമൺ ബ്രീഡിംഗ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് അല്ലേ. ഇത്രയേ ഉള്ളൂ. ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറക്കെ പറഞ്ഞ മക്കളെ, ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓർ ബേർഡ്സ് ഹാവിംഗ് കോമൺ ഒറിജിൻ. വെച്ചൂർ ഒരു കോമൺ ഒറിജിൻ ആണ്. അതെന്താണ്, കോമൺ ബ്രീഡിംഗ് ഹിസ്റ്ററി അല്ലെങ്കിൽ കോമൺ ആൻസർ ഉണ്ടാവണം അല്ലേ. അതുപോലെ വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അതുപോലെ എന്താണ്, അതിന് നമ്മൾ വേറൊരു പേര് വിളിക്കും, എന്താണ്, ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കും കേട്ടോ. ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കും. അതായത് നിങ്ങൾക്കറിയാം ഹല്ലിഗറിന്റെ കൊമ്പിന് വലിയ പ്രത്യേകതയില്ല ഉണ്ട്. അതേപോലെ എന്താണ്, കാങ്ക്രേച്ചിന്റെ കൊമ്പിന് പ്രത്യേകതയില്ല, അയർ ഷേപ്ഡ് ഹോൺ ആയിരിക്കും അല്ലേ. അയർ ഷേപ്ഡ്, ഒരു ക്രസന്റ് ഷേപ്ഡ് ഹോൺ ആണ്. ഇറ്റ്സ് എ വെരി വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അടുത്ത ജനറേഷനിൽ വരുന്ന കുട്ടിക്കും ഈ ക്രസന്റ് ഷേപ്ഡ് ഹോൺ തന്നെ ഉണ്ടാവണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിളിക്കുന്നു അല്ലേ. എന്ത് ചെയ്യണം, അപ്പോൾ അത് നിർബന്ധമായിട്ടും അടുത്ത ജനറേഷനോട്ടും ട്രാൻസ്ഫർ ചെയ്ത് പോവാൻ വേണം അല്ലേ മക്കളെ. ഓക്കെ അല്ലേ. ബ്രീഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി ആർക്ക് നിങ്ങൾ തെറ്റാതെ മറുപടി കൊടുക്കുമല്ലോ. എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, എന്നേക്കാൾ ഞാൻ അത്ര മിടുക്കനായോണ്ടല്ലേ പറഞ്ഞത്, എന്നാലും ഇത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതാണ് ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പല തരത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നോക്കാം. അനിമൽസ് ഓർ ബ്രീഡ്സ് അല്ലേ, ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ഓർ ബ്രീഡ്സ് ആയിരിക്കണം, ഒരു ഗ്രൂപ്പ് ആവണം അല്ലേ. അതിനെന്താവണം, ഒരു കോമൺ ഒറിജിൻ ഉണ്ടാവണം അല്ലേ. അതുപോലെ എന്താവണം, വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ദാറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ടു നെക്സ്റ്റ് ജനറേഷൻ. ഇത്രയും കാര്യങ്ങൾ ആണ് ബ്രീഡിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ LPM ബുക്കിൽ നമുക്ക് നോക്കാം, പ്രൊഡക്ഷൻ മാനുവലിൻ്റെ ബുക്കിൽ യുക്രൈൻ ബ്രീഡറിൻ്റെ ഒരു പേര് നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്താണ്, നിക്കോളായ് ക്രാഷെങ്കോ എന്ന് പറയുന്ന ഒരു വ്യക്തി ബ്രീഡിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു സഫിഷ്യൻ്റ്ലി ലാർജ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. ഈ പറഞ്ഞ അതേ കാര്യമാണല്ലേ. അതായത് 1ഉം 2ഉം പോരാ, സഫിഷ്യൻ്റ്ലി ലാർജ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഉണ്ടാകണം ഒരു ബ്രീഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നോക്കുക. അതുപോലെ ദാറ്റ് ഷുഡ് ബി ഡെവലപ്ഡ് ബൈ ദ എഫേർട്സ് ഓഫ് മാൻ
മനുഷ്യന്റെ എഫേർട്ട് അതിന് പിന്നിൽ വേണം അല്ലേ. ചുമ്മാതെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കൂട്ടത്തിനെ നമുക്ക് ബ്രീഡ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ഡെവലപ്ഡ് ബൈ ദ എഫേർട്സ് ഓഫ് ദ മാൻ അല്ലേ. മനുഷ്യൻ എഫേർട്ട് ഇടണമെങ്കിൽ എന്ത് വേണോടാ, നമുക്ക് എന്തെങ്കിലും പ്രയോജനം വേണോ അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ഏതൊരു ബ്രീഡിന്റെ ഉരുത്തിരിഞ്ഞ് വരുന്നതിന്റെ കീഴിലും എന്തുണ്ടായിരിക്കും, ഒരു ഒരു മനുഷ്യന്റെ എഫേർട്ട് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണപ്പെടുന്ന കുറച്ച് അനിമൽസിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ബ്രീഡായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ എന്താണ് ഇന്ത്യൻ ഗൗർ അല്ലെ, ഇന്ത്യൻ ഗൗർ അല്ലെങ്കിൽ വൈൽഡ് ഗൗർ എന്ന് പറഞ്ഞ അനിമൽ ഉണ്ട്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാട്ടുപോത്തുനിന്ന് കാട്ടി എന്നൊക്കെ വിളിക്കുന്ന സാധനം. ശരിക്കും പറഞ്ഞാൽ കാട്ടുപോത്ത് നമ്മളോട് വിളിക്കുന്നില്ല, ശരിക്കും കാട്ടുപോത്തല്ല കേട്ടോ. അത് ശരിക്കും നമ്മുടെ പശുവിൻ്റെ ഒരു ബേസിസിൽ വരുന്ന ഒരു സാധനമാണ്. കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നല്ല നിങ്ങൾ കണ്ടില്ല, മസിലൊക്കെ ഉള്ള നല്ല ഭയങ്കര ജിമ്മിൽ തോന്നുന്ന, പ്രത്യേകിച്ച് മെയിലിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 1000 കിലോയിൽ മുകളിലൊക്കെ എന്തായാലും കാണും എല്ലാ ആനിമൽസും കണ്ടു കാണും. അതായത് അതിൻ്റെ കാലിൽ കൃത്യമായിട്ടൊരു വെളുത്ത കളറുണ്ട് അല്ലേ. അതുപോലെ അതിൻ്റെ കൊമ്പിന് കൃത്യമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതേപോലെ അതിൻ്റെ മസിലിന് ചുറ്റാകെ ഒരു വൈറ്റ് എൻസർക്കിളിംഗ് ഉണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള രൂപഭാവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിനൊരു ബ്രീഡായിട്ട് അംഗീകരിക്കും നമ്മൾ ഇല്ല. കാര്യം എന്താ, അത് ബ്രീഡല്ല. അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബ്രീഡ് ചെയ്തെടുത്ത ഒരു ആനിമൽ അല്ല അത്. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. അപ്പോൾ എന്താണ്, മനുഷ്യന്റെ എഫേർട്ട് ഉണ്ടാവണം. അപ്പോൾ എന്തിനൊക്കെ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടുന്നത്? പ്രധാനമായിട്ടും ഇപ്പോൾ നോക്ക്, ചെമ്മരിയാടാവട്ടെ, വേറെ എന്തോ ആയിക്കോട്ടെ, ഒന്നുകിൽ നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള ട്രേഡ്സ് അല്ലേ, എക്കണോമിക് ആയിട്ടുള്ള ട്രേഡ്സ് നമുക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. ഉദാഹരണത്തിന് നമ്മുടെ പാൽ ഉൽപ്പാദനം അല്ലെങ്കിൽ ഇറച്ചി ഉൽപ്പാദനം അല്ലെങ്കിൽ എന്താ മറ്റുള്ള വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഓരോരോ ഗ്രൂപ്പുകളിൽ അല്ലേ, ഓരോരോ ഗ്രൂപ്പ് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഏതൊക്കെ ക്യാരക്ടറാണോ പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ക്യാരക്ടറാണ് ആവശ്യമുള്ളത്, ആ ക്യാരക്ടർ ഉള്ള ആനിമൽസിനെ സെലക്ട് ചെയ്ത് പരസ്പരം മേറ്റ് ചെയ്യിച്ചിട്ടാണ് അങ്ങനെ ഒരു സഫിഷ്യന്റ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഉണ്ടായി വരണം. എങ്ങനെ? അത് ആരുടെ അടിസ്ഥാനത്തിൽ, ആരുടെ മനുഷ്യന്റെ എഫേർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഉണ്ടായി വരേണ്ടത് അല്ലേ. അതുപോലെ അതിനകത്തുള്ള മെമ്പേഴ്സിന് കോമൺ ആൻസിസ്ട്രി ഉണ്ടായിരിക്കണം. അതുപോലെ സിമിലർ ആയിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടർ, ഫിസിയോളജിക്കൽ ക്യാരക്ടർ, എക്കണോമിക് ക്യാരക്ടേഴ്സ്, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഇൻഹെറിറ്റഡ് മോർ ഓർ ലെസ് ഫാമിലി. ഏകദേശം എല്ലാം ഇൻഹെറിറ്റ് ചെയ്ത് വരവും ചെയ്യണം എന്നാണ് ആര് പറഞ്ഞത്? ഉക്രൈൻ ബീഡറായിട്ടുള്ള നിക്കോളെ ക്രാഷെങ്കോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ചിലപ്പോൾ ഇയാളുടെ പേരൊക്കെ എടുത്തൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും അല്ലേ. മോളിൽ പറഞ്ഞേക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? എഫേർട്സ് ഓഫ് മാൻ അല്ലേ, മനുഷ്യന്റെ എഫേർട്ടാണ് ഇത് ഉണ്ടായിരിക്കണം, എടുത്ത് വേണം. അത്രേ ഉള്ളൂ. ഇനി നോക്കാം എത്ര ബ്രീഡ്സ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നു 40 കാറ്റിൽ ബ്രീഡും അതുപോലെ 17 ബഫല്ലോ ബ്രീഡും ഇപ്പോൾ നിലവിലുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നു. അത് പഴയ കണക്കാണ്. നിലവിൽ ഇപ്പോഴത്തെ കണക്ക് എത്ര? 50 എണ്ണം തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താലും 50 ബ്രീഡിന്റെ പേര് മാത്രമേ നമ്മുടെ വെബ്സൈറ്റിലുള്ളൂ. അതുപോലെ 17 ബ്രീഡ്സ് ഓഫ് ബഫല്ലോ ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്, സംശയമൊന്നുമില്ല. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് അംഗീകരിക്കപ്പെട്ട നമ്മുടെ ബ്രീഡ് എന്ന് പറയുന്നത് പുളിക്കുളമാണ്. പുളിക്കുളം ഏറ്റവും റീസെന്റ് ആയിട്ട്. പുളിക്കുളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊരു തമിഴ്നാടാണ് എൻ്റെ ജന്മദേശം പുളിക്കുളം. അത് നമ്മുടെ ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു കലാരൂപമല്ലേ, കലാരൂപമല്ല ജല്ലിക്കെട്ടിന് ആദ്യം അനുമതി ഉണ്ടായിരുന്നു, പിന്നെ അനുമതി നിഷേധിച്ചു, പിന്നെയും ആൾക്കാർ അനുമതി നേടിയെടുത്തു. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെ ഒരു യുദ്ധം നടക്കുന്ന സംഭവമാണ് ജല്ലിക്കെട്ട്. അപ്പോൾ ജല്ലിക്കെട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകതരം കാളകളെയാണ് പുളിക്കുളം കാള എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബ്രീഡ് എന്ന് പറയുന്നത്. നിലവിൽ എത്ര പേരുണ്ട് മക്കളെ? 50 എണ്ണം. ചോദിക്കാം കേട്ടോ, ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. 50 എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. 17 എണ്ണമാണ് നമ്മുടെ ബഫല്ലോ ബ്രീഡ്സ് ഇൻ ഇന്ത്യ. ഓക്കെ അല്ലേ. അപ്പൊ ബ്രീഡ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കൂലേ? എന്താണ് പറഞ്ഞു കൊടുക്കും? ചുമ്മാ പറ, എന്താണ്? ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞേ. ഒന്ന് കണ്ണടച്ച എല്ലാവരും. എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് അല്ലേ, എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. അത് എങ്ങനെ ആയിരിക്കണം? ദാറ്റ് ഷുഡ് ഹാവ് എ കോമൺ ഒറിജിൻ. ഒരു കോമൺ ഒറിജിൻ ഉണ്ടായിരിക്കണം ഒരു സ്ഥലത്ത് നിന്ന്. അതായത് എങ്ങനെ? കോമൺ ബ്രീഡിംഗ് ഹിസ്റ്ററി അല്ലെങ്കിൽ കോമൺ ആൻസിസ്റ്റർ നമ്മൾ എന്താ പറയുക, കോമൺ ഒറിജിൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതുപോലെ അതിന് വെൽ ഡിഫൈൻഡ് ബ്രീഡ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ അത് ഉണ്ടായാൽ മാത്രം പോരാ, ദാറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ക്യാൻ ബി എന്ന് പറഞ്ഞാൽ ഷുഡ് ബി എന്ന് പറഞ്ഞെങ്കിൽ ക്യാൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം അതുപോലെ, അത് ഈച്ചക്കോപ്പി എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം. ആണ് ക്യാൻ ബി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഏതാണ് ബ്രീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ എത്ര ബ്രീഡ്സ് ഉണ്ട്? കാറ്റൽ ബ്രീഡ്സ് 50 ബ്രീഡ്സ് ഉണ്ട്. അതുപോലെ 17 ബഫല്ലോ ബ്രീഡ്സ് ഉണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ അല്ലേ. പഠിച്ചു പോയില്ലേ? എന്ത് ചോദിച്ചാലും പറയില്ല, പറയൂ, എനിക്കറിയാം. അപ്പോൾ ബ്രീഡുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് മനസ്സിലാക്കി പോകാം. അതിനകത്ത് ബാക്കി കുറച്ച് പോയിന്റ്സ് കഴിഞ്ഞ് മുന്നേ ഉള്ള ക്ലാസ്സുകളേക്കാൾ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് NBAGR നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് എന്നാണ് NBAGRന്റെ
ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കണം. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ്. ആനിമൽ ജനറ്റിക് റിസോഴ്സസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഇന്ത്യയിൽ പോട്ടെ, കേരളത്തിലെ ബ്രീഡിംഗ് പോളിസി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ക്രോസ് ബ്രീഡിംഗ് പോളിസിയാണ് കേട്ടോ. കേരളത്തിലെ ബ്രീഡിംഗ് പോളിസി എന്ന് പറയുമ്പോൾ ക്രോസ് ബ്രീഡിംഗ് പോളിസിയാണ്. അതുപോലെ 50%, ശ്രദ്ധിക്കുക, 50% എക്സോട്ടിക് ഇൻഹെറിറ്റൻസും 50% എന്ത് പറയുക, നമ്മുടെ ദേശീയ ബ്ലഡും ആണ് ഇപ്പോൾ നമ്മുടെ ബ്രീഡിംഗ് പോളിസിയിൽ എടുത്തു പറയുന്നത്. ഇത് കാലാനുഗതമായിട്ട് പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് ബ്രീഡിംഗ് പോളിസി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ബ്രീഡിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ 50-50 ആണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിൽ ഉള്ള ആനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും അത്ര തീരെ മോശം ആനിമൽസ് ഒന്നും അല്ല. എന്താ അവയ്ക്കുള്ള പ്രത്യേകതകൾ? ഒരു നല്ല ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് അല്ലേ, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി വളരെ കൂടുതലാണ്. അതുപോലെ ക്ലൈമറ്റിക് അഡാപ്റ്റബിലിറ്റി. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്താണ്? ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ട്രോപ്പിക്കൽ ക്ലൈമറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരു കൂട്ടം ബ്രീഡ്സ് ആണ്, അല്ലെങ്കിൽ ആനിമൽസ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് അല്ലേ. മാത്രമല്ല എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഒരു ജീവി ഈ ഭൂമുഖത്ത് നിന്ന് വംശനാശം സംഭവിച്ചു പോയാൽ നമുക്കുള്ള നഷ്ടമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കുള്ള നഷ്ടമുണ്ടോ? മനുഷ്യനുള്ള നഷ്ടമുണ്ടോ? മനുഷ്യന് നഷ്ടമില്ലായിരിക്കാം, പക്ഷെ ഭൂമിക്ക് നഷ്ടമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭൂമിക്ക് നഷ്ടമുണ്ട്. ഭൂമിക്ക് എന്താ നഷ്ടം? ഭൂമിക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഭൂമിക്ക് നഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഭൂമി ഒരു മനുഷ്യനൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു ജീവി, അങ്ങനെ കൂട്ടുണ്ടാങ്ങൾ. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അതിന് അത്രയും വിശാലമായിട്ടുള്ള ജേം പ്ലാസം അല്ലേ, ഒരു ജീൻ പൂൾ നമുക്ക് നഷ്ടപ്പെടും ഒരു ജീവി ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലേ. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ ഈ ക്രോസ് ബ്രീഡിംഗ് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ജനിതകത്തെ പൂർണ്ണമായിട്ട് നശിച്ചു പോകാൻ നമുക്ക് അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ 50% പോളിസി നടപ്പിലാക്കി വെച്ചേക്കുന്നത്. എന്നാൽ മാത്രവും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ആനിമൽസ് അല്ലേടാ മക്കളെ ഉണ്ടായി വരേണ്ടത് ഉള്ളതല്ലേ. അപ്പോൾ അതിനെല്ലാം കൺസർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ NBAGR എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം നോക്കാം, NBAGR എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ്. നാഷണൽ ബ്യൂറോ ഓഫ്, ഒന്ന് ഉറച്ചു പറഞ്ഞേ, കണ്ണുപൂട്ടി പറഞ്ഞേ ഒന്ന്. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് അല്ലേ. എന്താണത്? ദ നോഡൽ ഏജൻസി ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ ന്യൂലി ഐഡന്റിഫൈഡ് ജം പ്ലാസം, അല്ലെങ്കിൽ ബ്രീഡ്സ് ഓഫ് പൗൾട്രി അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക്. ന്യൂലി ഐഡന്റിഫൈഡ് ജം പ്ലാസിനെ അംഗീകരിക്കുന്നതിന് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നോഡൽ ഏജൻസിയാണ് ആര്? NBAGR എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് 1984 ബാംഗ്ലൂരിലാണ് അത് സ്ഥാപിച്ചിരുന്നത്. 85 കർണാലിലേക്ക് മാറ്റി. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വെച്ചാൽ കർണാലിലാണ്, ബാംഗ്ലൂർ എഴുതിക്കളയിൽ കർണാലിലാണ്. NBAGR എവിടെ വന്നു വെച്ചാൽ ആദ്യം ബാംഗ്ലൂരിലാണ് വന്നത്. 1984 സ്ഥാപിച്ചത്. 85 ആയപ്പോൾ കർണാലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ കർണാലാണ്. മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് NBAGR? എന്താണ്? ദ നോഡൽ ഏജൻസി ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ന്യൂലി ഐഡന്റിഫൈഡ് ജം പ്ലാസം അല്ലേ. നമ്മുടെ നാട്ടിൽ ഒരു പശു, ഉദാഹരണത്തിന് അയ്യമ്പുഴ കുള്ളൻ അല്ലെങ്കിൽ കുട്ടമ്പുഴ ഉള്ള കുറച്ച് പശുവുണ്ട്. കുട്ടമ്പുഴ പശു എന്ന സാധനമുണ്ട്. അയ്യമ്പുഴ ഉള്ള പശുവുണ്ട്. അല്ലെങ്കിൽ പെരിയാർ വാലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു കുള്ളം പശുവുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒരു ബ്രീഡായിട്ടില്ല, ഒരു ഗ്രൂപ്പും ആയിട്ടില്ല. ആ സ്ഥലത്ത് കാണപ്പെടുന്ന ആനിമൽസിന് അതിൻ്റെതായ കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു കൺസർവേഷൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം തുടക്കം തൊട്ട് ഒടുക്കം വരെ അല്ലേ, അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു മാർക്കറ്റബിലിറ്റി എല്ലാം ഉണ്ടായി വരണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്ന അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പരിശോധിച്ചതിന് ശേഷം ഇതിനെ ഒരു ബ്രീഡായിട്ട് അംഗീകരിക്കാമോ ഇല്ലയോ എന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഏജൻസിയാണ് ആര്? NBAGR എന്ന് പറയുമ്പോഴത്തേക്കും. NBAGR 1984 ബാംഗ്ലൂരിൽ സ്ഥാപിച്ചു. 85 ഒറ്റ വർഷത്തിന് കർണാലിലേക്ക് മാറ്റി. നിലവിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കർണാലിലാണ്. മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകരുത്. ഇനി നോക്കാം ICAR. അപ്പോൾ എന്നാൽ ICAR കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണല്ലേ. ICARൻ്റെ ഒരു സബ് ഡിവിഷൻ മാത്രമാണ് NBAGR. എന്താ ICAR? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ്. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1929 ഈ ICAR വരുമ്പോഴത്തേക്കും
നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ വന്ന സ്ഥാപനമാണ് ICAR. അന്ന് അതിൻ്റെ പേര് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നായിരുന്നു. കാരണം എന്താ, ബ്രിട്ടീഷ് ഡൈനാസ്റ്റിക്ക് കീഴിലാണ് ICAR ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നത്. അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നാക്കി മാറ്റി. ICARന്റെ ഹെഡ് ക്വാർട്ടേഴ്സും പഠിച്ചു വെച്ചേക്കുക ന്യൂഡൽഹിയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ, ന്യൂഡൽഹിയിലാണ്. അപ്പോൾ നമുക്ക് ന്യൂലി രജിസ്റ്റേർഡ് ബ്രീഡ്സ് അപ്രൂവ് ചെയ്യുന്നത് കമ്മിറ്റിക്ക് ഒരു പേരുണ്ട്, BRC അല്ലെങ്കിൽ ബ്രീഡ് രജിസ്ട്രേഷൻ കമ്മിറ്റി കേട്ടോ. ബ്രീഡ് രജിസ്ട്രേഷൻ കമ്മിറ്റിയാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. അതിൻ്റെ ICARന്റെ ചെറിയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് 1929 ICAR സ്ഥാപിതമായെന്ന് കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ പേര് ആ സമയത്ത് എന്താണ്, ബ്രിട്ടീഷ് ഡൈനാസ്റ്റി കീഴിൽ ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നായിരുന്നു. അപ്പോൾ ബ്രീഡുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ബ്രീഡ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 പേരുകൾ നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ് മക്കളെ? ഒന്ന് കണ്ണടച്ചേ. എടാ നമുക്ക് ഇതൊക്കെ പഠിച്ചു പോകാൻ പറ്റും. നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരിക്കും, നിങ്ങൾ എന്താണ് 10ാം ക്ലാസ് കഴിഞ്ഞു, മാർക്ക് കുറഞ്ഞുകൊണ്ടാണ് ഞാൻ VHSCക്ക് പോയത്, അല്ലെങ്കിൽ എനിക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. കുറച്ച് ആൾക്കാർ മാത്രം VHSC എനിക്കിത് വേണം, ജോലി വേണം എന്ന് പറഞ്ഞ് അറിഞ്ഞു പോയി എടുത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. എന്തായാലും എനിക്ക് നിങ്ങളത് പറയാനുള്ള ഒരു കാര്യം, ഈ പഠിക്കാനുള്ള കഴിവെന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെയും കുത്തകയൊന്നും അല്ല കേട്ടാ. നിങ്ങൾ അങ്ങനെ ഇന്നെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഞാത്തി മൊണ്ണയാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പൊട്ട തോന്നലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പൊട്ട തോന്നൽ. ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തെടുക്കാനുള്ളൊരു ശേഷി ഉണ്ടെന്ന് തിരിച്ചറിവാണ് ഈ കോഴ്സിനൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾക്കൊരു സർക്കാർ ജോലി മാത്രമല്ല, നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ചില കാര്യങ്ങൾ നടക്കും. എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ എന്നൊരു തിരിച്ചറിവൊക്കെയാണ് നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നത്. ആ തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ചേഞ്ച് ആയിരിക്കും, നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമായിരിക്കും ആ തിരിച്ചറിവ് എന്ന് പറയുമ്പോഴത്തേക്കും അതിലേക്ക് വരാൻ പോവുകയാണ്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഒന്ന് കണ്ണടച്ചേ നോക്ക. നിങ്ങൾ ഈ കാര്യങ്ങൾ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും ഒരു മടി ഉണ്ടാവും, സാർ അങ്ങനെ പറഞ്ഞു ചെയ്യണോ, എൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ വെച്ചാൽ ഉണ്ട് കേട്ടോ. പറയുന്ന കാര്യങ്ങൾ, ഉദാഹരണം നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അവസാനമുള്ള ചോദ്യോത്തര വേള, എല്ലാ ക്ലാസ്സിന്റെ അവസാനം ചോദ്യോത്തര വേള ഉണ്ടായിരിക്കും. ഇച്ചിരി കുഴപ്പിക്കും കേട്ടോ. അപ്പോൾ ഈ ചോദ്യോത്തര വേള എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് അസോഷൻ റീസണിങ്ങും സ്റ്റേറ്റ്മെന്റും അതുപോലെ ചേരുംപടി ചേർക്കാനൊക്കെ ഉൾപ്പെടുത്തും. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ നിന്ന് ഉത്തരം കണ്ടെത്തണം, എന്നിട്ട് ഉറക്ക വിളിച്ചു പറയണം. എന്തിനാ ഉറക്ക വിളിച്ചു പറയുന്നേ? ഉറക്ക വിളിച്ചു പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുകയും ചെയ്യും, നമ്മളൊന്ന് കേൾക്കുകയും ചെയ്യും അല്ലേ. ഉറക്ക വിളിച്ചു പറയേണ്ട ഗുണമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞേ. അപ്പം നമ്മൾ വിചാരിക്കും, അയ്യോ ഹസ്ബൻഡ് അവിടെ നിൽക്കുകയല്ലേ, അല്ലെങ്കിൽ വൈഫ് അവിടെ ഉണ്ടല്ലോ, ഇവിടെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മക്കൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കേൾക്കല്ലേ, ഒന്നും വിചാരിക്കണ്ട. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. അപ്പം എന്ത് ചെയ്യണം? പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യണം. മുങ്കി ഒന്ന് കണ്ണടച്ചേ. NBAGR, നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് അല്ലേ. NBAGRന്റെ കൂടെ വേറെ എന്തൊക്കെ പഠിച്ചു? ICAR മനസ്സിലാക്കി അല്ലേ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. അതുപോലെ അത് 1920 മറന്നുപോയില്ലേ, ഞാനും മറന്നുപോയി. 1929 സ്ഥാപിതമാകുമ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നായിരുന്നു അല്ലേ. അവർ NBAGR ആദ്യം എവിടെയാ വന്ന മക്കളെ? ആദ്യം ബാംഗ്ലൂർ സ്ഥാപിച്ചു, പിന്നെ ഒരു വർഷം കഴിഞ്ഞ് 85 ആയപ്പോഴത്തേക്ക് എങ്ങോട്ട് മാറ്റി? 85 ആയപ്പോഴത്തേക്ക് കർണാലിലേക്ക് മാറ്റി. 84 NBAGR സ്ഥാപിതമായത്. അതുപോലെ ഇത് എന്താണ്? ദ നോഡൽ ഏജൻസി ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ന്യൂലി അപ്രൂവ്ഡ് അല്ലെങ്കിൽ ന്യൂലി അപ്രൂവ്ഡ് ജംപ്ലാസം അല്ലെ. പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന പുതിയ ജംപ്ലാസിനെ അപ്രൂവ് ചെയ്യാനുള്ള നോഡൽ ഏജൻസിയാണ് NBAGR എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ഈ ബ്രീഡിനെ അംഗീകരിക്കുന്ന ആരാണ്? BRC, ICARന്റെ ബ്രീഡ് രജിസ്ട്രേഷൻ കമ്മിറ്റിയാണ് ഈ ബ്രീഡിനെ അംഗീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ കണ്ണടച്ചോ പറഞ്ഞില്ലേ നിങ്ങൾ? പറഞ്ഞോ. ഇത് നമുക്ക് നോക്കാം. ബ്രീഡ് പഠിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് വിഷയങ്ങൾ, കുറച്ച് എന്താ പറയുക, ടേംസ് നമുക്ക് പരിചയപ്പെട്ടു പോകാം. ടേംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും ഈ ക്ലാസ്, സ്ട്രെയിൻ ഇതെല്ലാം ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് നമ്മുടെ പൗൾട്രി ബ്രീഡ്സിലാണ് കേട്ടോ. അപ്പോൾ എന്ത് നോക്കാം, നമുക്കിതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ മാത്രമല്ല, അതിലൊരു ചാർട്ട് കൂടെ നോക്കി നമുക്ക് പോകാം. അപ്പോൾ എന്താണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ? ക്ലാസ് നമ്മൾ ഇന്ത്യ എന്താണ് ഏഷ്യാറ്റിക് ക്ലാസ്, ഇന്ത്യയല്ല ഏഷ്യാറ്റിക് ക്ലാസ്, ഇംഗ്ലീഷ്, മെഡിറ്ററേനിയൻ അല്ലേ, അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അമേരിക്കൻ ക്ലാസ്, അങ്ങനെ മൊത്തം 4 ക്ലാസ്സാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ബേസിക്കലി എന്താണ് മക്കളെ, ഏത് ഏരിയയിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് കാര്യം മാത്രമാണ് ക്ലാസ്സിൽ അല്ലേ. ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിൻ്റെ ഏരിയ, അമേരിക്കൻ ക്ലാസ് അമേരിക്കൻ, മെഡിറ്ററേനിയൻ വേറൊരു ഏരിയ, ഏഷ്യ. അപ്പോൾ നമുക്ക് ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ക്ലാസ്. എന്താണ് ക്ലാസ്? Class is a group
ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് ഡെവലപ്ഡ് ഇൻ സർട്ടൻ ജിയോഗ്രഫിക്കൽ ഏരിയ ഭൗമശാസ്ത്രപരമായിട്ടുള്ള ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. ദ ടേം ഈസ് യൂസ്ഡ് എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ചിക്കൻ. ഉദാഹരണം എന്തൊക്കെയാണ്? അമേരിക്കൻ ക്ലാസ്, ഏഷ്യാറ്റിക് ക്ലാസ്, മെഡിറ്ററേനിയൻ ക്ലാസ്, അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ്. അങ്ങനെ മൊത്തം 4 ക്ലാസ്സാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ വൈഡസ്റ്റ്, ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അമേരിക്കൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേ അതിനകത്ത് ഈ അമേരിക്ക എന്ന് പറയുന്ന ആ ഏരിയയിൽ ഉരുത്തിരിഞ്ഞു വന്ന ബ്രീഡ്സിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് അമേരിക്കൻ ക്ലാസ് എന്ന് പറയാം. ഏഷ്യാറ്റിക് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയൊക്കെ വരും? പാകിസ്ഥാനിലുണ്ടെങ്കിലും അതുപോലെ ചൈനയിലുണ്ടെങ്കിലും ഇന്ത്യയിലുണ്ടെങ്കിലും അല്ലേ, നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന ഏരിയയിൽ ഉരുത്തിരിഞ്ഞു വന്ന ബ്രീഡ്സിനെ സൂചിപ്പിക്കാൻ ഒരുമിച്ച് പറയാനാണ് ക്ലാസ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുക. അതുപോലെ അടുത്തത് വെറൈറ്റി എന്ന് പറയുന്ന പദം. എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്താ വരുന്നത് മക്കളെ? ശരിക്കും ഇവിടെ ബ്രീഡ് നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ ബ്രീഡ് ആഡ് ചെയ്തിട്ടില്ല. ടെക്സ്റ്റിൽ നമുക്ക് ബ്രീഡ് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ആഡ് ചെയ്തിട്ടില്ല. ക്ലാസ് കഴിഞ്ഞാൽ എന്താണ്? ബ്രീഡ്. ഏഷ്യാറ്റിക് ക്ലാസ്സിൽ എത്ര ബ്രീഡ് ഉണ്ടെന്ന് നോക്കും അല്ലേ? പോട്ടെ, മെഡിറ്ററേനിയൻ ക്ലാസ് എടുക്കാം. മെഡിറ്ററേനിയൻ ക്ലാസ് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ബ്രീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിന് വൈറ്റ് ലഗൂൺ ആണ്. എന്താണ്? വൈറ്റ് ലഗൂൺ അല്ലേ? വളരെ 1 കിലോയിൽ താഴെ മാത്രമൊക്കെ ആ ഒരു റേഞ്ച് മാത്രം വെയിറ്റുള്ള കുഞ്ഞു കോഴികളാണ്. പക്ഷേ മുട്ടയെന്ന് പറഞ്ഞാൽ സർണ്ണ മുട്ടയുടെയാണ്. അപ്പം നമ്മളിന്ന് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മിക്കവാറും പല വെറൈറ്റീസും എന്താണ്? വൈറ്റ് ലഗൂണിൻ്റെ വെറൈറ്റീസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതുല്യ എന്ന് പറഞ്ഞ കോഴിയുണ്ട്. അതുപോലെ ഗ്രാമപ്രിയ വൈറ്റ് ലഗൂൺ അല്ല, പല തരത്തിലുള്ള നമ്മുടെ 2-3 നമ്മുടെ ഈ കേരളത്തിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് സബ് ഡിവിഷൻസ് ഉണ്ട്. അതൊക്കെ പറഞ്ഞു തരും. ക്രോസ് ബ്രീഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവാറും ഈ എന്താ പറയുക, വൈറ്റ് മുട്ട മിക്കവാറും വൈറ്റ് ലഗൂൺ തന്നെയാണ് കേട്ടോ. നോക്കാം നമുക്ക്. കാരണം ഏറ്റവും കൂടുതൽ ലോകത്ത് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റ് ലഗൂൺ തന്നെയാണ്. അപ്പോൾ നോക്കാം എന്താ ക്ലാസ് നമ്മൾ എന്താണ്? ഞാൻ ഈ മെഡിറ്ററേനിയൻ ക്ലാസിന്റെ എക്സാമ്പിൾ പഠിച്ചു പോകാനായിട്ട് ആദ്യം വൈറ്റ് ലഗൂൺ പറഞ്ഞത്. വൈറ്റ് ലഗൂൺ ബിലോങ്സ് ടു മെഡിറ്ററേനിയൻ ക്ലാസ്. അപ്പോൾ മെഡിറ്ററേനിയൻ ക്ലാസ് ഒരു എക്സാമ്പിൾ പഠിച്ചു. അതിൻ്റെ താഴെ വൈറ്റ് ലഗൂൺ ബ്രീഡ് പഠിച്ചു. ബ്രീഡ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ക്ലാസിന്റെ ഇടയിൽ ബ്രീഡ് എടുത്ത് വെക്കണം ഈ വെറൈറ്റിക്ക് മുന്നോടിയായിട്ട്. ശരി, അപ്പൊ ബ്രീഡ് കിട്ടി. ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒരു കൂട്ടം ബ്രീഡുകളുടെ കൂട്ടമാണ് ക്ലാസ് എന്ന് പറയാം അല്ലേ? അപ്പൊ അതിനിടയ്ക്ക് ബ്രീഡ് ഉണ്ട്. ബ്രീഡ് കഴിഞ്ഞ് വെറൈറ്റി വരുന്നു. എന്താ വെറൈറ്റി എന്ന് പറഞ്ഞാൽ? വെറൈറ്റി ഈസ് എ സബ് ഡിവിഷൻ ഓഫ് ബ്രീഡ് ഓഫ് ചിക്കൻ. മനസ്സിലായില്ലേ? ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ബ്രീഡ് നമ്മൾ എടുക്കുന്നു. എല്ലാ ബ്രീഡിനും വേണമെങ്കിൽ വെറൈറ്റി പറയാം അല്ലേ? വെറൈറ്റി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ക്ലാസിന്റെ തൊട്ട് താഴെ നമ്മൾ ബ്രീഡിനെ പ്രതിഷ്ഠിച്ചു അല്ലേ? ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൂട്ടം ബ്രീഡ്സ് അല്ലേ മക്കളെ? അപ്പൊ ഈ ബ്രീഡ്സിനകത്താണ് എന്തുണ്ടാവുക? വെറൈറ്റി ഉണ്ടാവുക അല്ലേ? നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സബ് ഡിവിഷൻ ഓഫ് ബ്രീഡ്സ് ഓഫ് ചിക്കൻ അല്ലേ? അതായത് ചിക്കൻ ആണ് ഞാൻ പറഞ്ഞു. ഫൗൾസിലാണ് പ്രധാനമായിട്ടും ക്ലാസ്സും അതുപോലെ വെറൈറ്റിയും സ്ട്രെയിനും എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നോക്കാം. വെറൈറ്റി എന്ന് പറയുമ്പോൾ വെറൈറ്റി ഈസ് എ സബ് ഡിവിഷൻ ഓഫ് ബ്രീഡ്സ് ഓഫ് ചിക്കൻ്റെ ബ്രീഡ്സിനകത്ത് വരുന്ന സബ് ഡിവിഷനാണ്. ഉദാഹരണം, നമ്മുടെ ക്ലാസ്സിനകത്തുള്ള ഒരു ബ്രീഡ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് എന്താണ്? ക്ലാസ്സിൽ മെഡിറ്ററേനിയൻ ക്ലാസ്സിനകത്താണ് നമ്മുടെ എന്ത് വരുന്നത്? നമ്മുടെ വൈറ്റ് ലഗൂൺ വരുന്നത് പറഞ്ഞു. അപ്പോൾ വൈറ്റ് ലഗൂൺ തന്നെ നമുക്കൂടെ എടുക്കാം. അപ്പോൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ വെറൈറ്റി ഉണ്ടാവുക? എന്തൊക്കെയാണ്? പ്ലൂമേജ് കളർ അല്ലേ? ഡിഫറൻസ് ഇൻ പ്ലൂമേജ് കളർ. അതായത് ഈ പ്ലൂമേജ് കളർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? അതിൻ്റെ കോട്ട് കളർ അല്ലേ? അതിൻ്റെ തൂവലിൻ്റെ നിറം. അതുപോലെ എന്താണ്? ഫെദർ പാറ്റേൺ. പിന്നെന്താണ്? കോംബ് ടൈപ്പ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ വൈറ്റ് ലഗൂൺ ഉണ്ട് അല്ലേ? വൈറ്റ് ലഗൂൺ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക കളർ വേരിയേഷൻ ഒരു ഏതെങ്കിലും ഒരു 1-2 ബേർഡ്സിനകത്ത് കാണപ്പെടുന്നു. അപ്പോൾ അത് കൊള്ളാലോ എന്ന് കരുതി നമുക്ക് അതിന് വെറൈറ്റി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ പിന്നെ നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്താ? ഇതിനകത്തുള്ള നമ്മുടെ വൈറ്റ് ലഗൂണിനകത്തുള്ള ഒരു വെറൈറ്റി. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റി അടിസ്ഥാനം? എന്തൊക്കെയാണ് വരുന്നത്? ഡിഫറൻസ് ഇൻ ദ പ്ലൂമേജ് കളർ, ഫെദർ പാറ്റേൺ, കോംബ് ടൈപ്പ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വെറൈറ്റി നിർണ്ണയിക്കുന്നത്. പ്ലൂമേജ് എന്ന് പറഞ്ഞാൽ ഫെദറിന്റെ ആണല്ലേ? ഫെദറാണ് നമ്മുടെ എൻറ്റയർ ബോഡി കവർ ചെയ്യുന്ന ഫെദറിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പ്ലൂമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം നോക്കാം. റെഡ് കോർണിഷ് ആൻഡ് വൈറ്റ് കോർണിഷ് ആർ 2 വെറൈറ്റീസ് ഓഫ് കോർണിഷ് ബ്രീഡ്. കോർണിഷ് ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിനകത്ത് വരുന്ന സാധനമാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് വെറൈറ്റികൾ പറയുന്നു. അതിലേതാണ്? റെഡ് കോർണിഷും ഉണ്ട്, വൈറ്റ് കോർണിഷും ഉണ്ട്. അതെന്തിനാണ്? പ്ലൂമേജ് കളറിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു വെറൈറ്റിയെ തീരുമാനിക്കുന്നത് അല്ലേ?
അതുപോലെ സിംഗിൾ കോംബ് വൈറ്റ് ലഗോൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കോംബ് ടൈപ്പുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന വൈറ്റ് ലഗോണിനകത്ത് വരുന്ന ഒരു വെറൈറ്റി ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ക്ലാസ് എന്താണെന്ന് മനസ്സിലാക്കി. ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് അല്ലെ, സ്പെഷ്യലൈസ്ഡ് ഒരു ജിയോഗ്രഫിക് ഏരിയയിൽ വരുന്ന കുറെ ബ്രീഡ്സിനെ നമ്മൾ ക്ലാസ് എന്ന് വിളിക്കുന്നു. അതിനകത്താണ് പിന്നെ ബ്രീഡ്സ് വരുന്നത്. ആ ബ്രീഡ്സിനകത്ത് എന്തിന്റെ അടിസ്ഥാനത്തിൽ, പ്ലൂമേജ് കളറിൽ അല്ലെങ്കിൽ ഫെദർ പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോംബ് ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെറൈറ്റികളും ഉണ്ടാക്കിയെടുക്കാം. രണ്ട് ഉദാഹരണം മനസ്സിലാക്കി. റെഡ് കോർണിഷും ഉണ്ട്, വൈറ്റ് കോർണിഷും ഉണ്ട്. അതുപോലെ പിന്നെ സിംഗിൾ ടൈപ്പ് അല്ലേ, സിംഗിൾ കോംബ് ടൈപ്പ് ആയിട്ടുള്ള എന്തുണ്ട്, വൈറ്റ് ലഗോൺ ഉണ്ട്. അത് വൈറ്റ് ലഗോൺ ബ്രീഡിനകത്തുള്ളൊരു വെറൈറ്റിയാണ്. അപ്പൊ നോക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിൻ വരുന്നുണ്ട് അല്ലേ, സ്ട്രെയിൻ. അപ്പൊ നോക്കുക, ഒരു വെറൈറ്റി കണ്ടു കഴിഞ്ഞാൽ അതിനകത്താണ് പിന്നെ സ്ട്രെയിൻ വരിക. സ്ട്രെയിൻ ഡിനോട്ട്സ് എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഡെവലപ്ഡ് ഫ്രം എ പെർട്ടിക്കുലർ വെറൈറ്റി ബൈ സെലക്റ്റീവ് ബ്രീഡിംഗ് അല്ലേ. എന്താണ് സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി. ഇപ്പോൾ ഉദാഹരണം ശ്യാം ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സിംഗിൾ കോംബ് ടൈപ്പ് ആയിട്ടുള്ള ഒരു വൈറ്റ് ലഗോൺ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രത്യേക ക്യാരക്ടർ എന്തെങ്കിലും ഉദാഹരണത്തിന്, അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ലഗോൺ ബ്രീഡുണ്ട്, അതിനകത്ത് സിംഗിൾ കോംബ് ടൈപ്പാണ് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റിയാണ് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു 300 സാധാരണ ഒരു 300 എഗ്ഗ് ഒരു വർഷത്തിൽ ഇത് ഇടും കേട്ടോ. 300ഓളം എഗ്ഗ് ഇടും വൈറ്റ് ലഗോൺ. അപ്പോൾ നോക്ക്, 300 എഗ്ഗ് വരണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ എത്ര എഗ്ഗ് വെച്ച് വരണം മക്കളെ? എത്ര വേണം? 365 ദിവസങ്ങളല്ലേ. ഒരു ആണൻ ആവറേജ് 6 എഗ്ഗ് വെച്ചെങ്കിലും വരണം അല്ലേ, 6 എഗ്ഗ് വെച്ചെങ്കിലും വരണം. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ കേജ് സിസ്റ്റമാണ് നമ്മൾ നടപ്പിലാക്കിയിരിക്കണം വെച്ചോളൂ. സിംഗിൾ കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോഴിക്ക് ഒരു കുഞ്ഞ് കേജ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ എണ്ണം എടുക്കുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കയ്യിരിക്കുന്ന സിംഗിൾ കോംബ് വെറൈറ്റി വൈറ്റ് ലഗോണിലിരിക്കുന്നത് ഒരു 500-1000 ബേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു 10-20 ബേർഡ്സ് കൃത്യമായിട്ട് ഒരാഴ്ചയിൽ എല്ലാ ദിവസവും മുട്ട തരുന്നു, 7 ദിവസവും മുട്ട തരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ 360 ആണല്ലേ അതിൻ്റെ ആവറേജ് പ്രൊഡക്ഷൻ. ഏകദേശം 60 മുട്ട ഒരു വർഷം കൂടുതൽ കിട്ടുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള 20 ബേർഡ്സിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനുശേഷം അപ്പോൾ അത് ശ്യാം സ്ട്രെയിൻ, ഞാനാണ് ആ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് വെച്ചോളൂ. അപ്പോൾ ഞാനാണത് കണ്ടെത്തിയത്. അപ്പോൾ എൻ്റെ പേരോട് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ പിന്നെ വരുന്ന ആ ഒരു സ്ട്രെയിനിൽ വരുന്ന എല്ലാ ബേർഡ്സിനും 360 മുട്ട ഉണ്ടാക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിന് എക്സാമ്പിൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ, ഇതെല്ലാം ക്ലാസ്സിന് എക്സാമ്പിളാണ്. പിന്നെന്താണ് അതിനകത്തൊരു ബ്രീഡ്. അതിനകത്ത് ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, വൈറ്റ് ലഗോൺ ഒരു എക്സാമ്പിൾ അല്ലേ. അതിനകത്ത് എന്ത് വരുന്നു, വെറൈറ്റി വരുന്നു. വൈറ്റ് ലഗോണിൽ തന്നെ ഞാൻ സിംഗിൾ കോംബ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഡബിൾ കോംബ്, പി കോംബ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോംബ് ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വെറൈറ്റി തിരിക്കാൻ പറ്റും. ആ വെറൈറ്റിക്കകത്ത് പിന്നെ വരുന്നത് നമുക്ക് സ്ട്രെയിനാണ് വരുന്നത് അല്ലേ. സ്ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ വരുന്ന എൻ സ്ട്രെയിനും പി സ്ട്രെയിനൊക്കെയാണ് ലഗോണിന്റെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രെയിൻ എക്സാമ്പിൾ. എസ് സ്ട്രെയിൻ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഞാൻ എൻ്റെ പേര് വെച്ച് ഞാൻ എസ് സ്ട്രെയിൻ. കാരണം എന്താ, ഒരാളുടെ പേരിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ, അത് ആരാ ഡെവലപ്പ് ചെയ്യുന്നത്, അയാളുടെ പേരിന്റെ ആദ്യത്തെ പേരൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിൻ നോട്ട്സ് എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഡെവലപ്ഡ് ഫ്രം എ പെർട്ടിക്കുലർ വെറൈറ്റി ബൈ സെലക്റ്റീവ് ബ്രീഡിംഗ്. ദ സ്ട്രെയിൻ ഈസ് യൂഷ്വലി നെയ്മഡ് ആഫ്റ്റർ ദ നെയിം ഓഫ് ദ ബ്രീഡർ ഹു ഡെവലപ്ഡ് ഇറ്റ്. ഉദാഹരണം എൻ സ്ട്രെയിൻ, പി സ്ട്രെയിൻ ഓഫ് വൈറ്റ് ലഗോൺ ബ്രീഡ്. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ആണ്, കോമൺ ഒറിജിൻ ഉണ്ടായിരിക്കണം അല്ലേ, വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ ഉണ്ടായിരിക്കണം, അടുത്ത തലമുറയിലിട്ട് പോകണം. അപ്പോൾ അതുപോലെ ഈ കാര്യം മനസ്സിലാക്കി. അതിൽ 50 ബ്രീഡ്സ് ഇപ്പോൾ കാറ്റിൽ ബ്രീഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. 17 ബ്രീഡ്സ് ആണ് ബഫലോ ബ്രീഡ്സ് മനസ്സിലാക്കി. NBAGR എന്ന് പറയുമ്പോൾ നോഡൽ ഏജൻസിയാണ്, എന്തിനും ബ്രീഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള നോഡൽ ഏജൻസിയാണെന്ന് മനസ്സിലാക്കി അല്ലേ. അതുപോലെ ബ്രീഡ് അംഗീകരിക്കുന്ന BRC ആണെന്ന് മനസ്സിലാക്കി. ICARന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നിലവിൽ NBAGRന്റെ ആസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും കർണാലാണ്, അത് 84 ബാംഗ്ലൂരിൽ വന്നു അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ അതുപോലെ ICARന്റെ പഴയ പേര് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നായിരുന്നു, 1929 സ്ഥാപിതമായി. അതുപോലെ പിന്നെന്താ വെച്ചത്, ക്ലാസ് എന്താണ് മനസ്സിലായി. ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൂട്ടം ബ്രീഡ്സിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് വന്ന ബ്രീഡ്സിനെ എല്ലാവരുടെ കൂട്ടം ചേർത്ത് ക്ലാസ് എന്ന് പറയാം. ഉദാഹരണം ഇംഗ്ലീഷ്, ഏഷ്യാറ്റിക്, അമേരിക്കൻ, മെഡിറ്ററേനിയൻ അല്ലേ. അതുപോലെ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ബ്രീഡിനകത്തുള്ള സബ് ഡിവിഷൻ ആണെന്ന് മനസ്സിലാക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്ലൂമേജ് കളറിൻ്റെ അടിസ്ഥാനത്തിലും കോംബോ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ എന്താണ് ഫെദർ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഉദാഹരണം റെഡ് കോർണിഷും വൈറ്റ് കോർണിഷും അല്ലേ, കോർണിഷ് ബ്രീഡിനകത്തുള്ള വെറൈറ്റീസ് ആണ്. അതുപോലെ എന്താണ് വൈറ്റ് ലഗോൺ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ കോംബ് ടൈപ്പ് വൈറ്റ് ലഗോൺ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ വെറൈറ്റി കഴിഞ്ഞാൽ എന്താണ് സ്ട്രെയിൻ പഠിക്കാം. സ്ട്രെയിൻ N and P സ്ട്രെയിൻ, അത് ആരാണ് ഉണ്ടാക്കുന്നത്, അയാളുടെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അറിയപ്പെടാമെന്ന് മനസ്സിലാക്കി അല്ലേ. വെറൈറ്റി കഴിഞ്ഞിട്ടാണ് സ്ട്രെയിൻ വരുന്നത്. ഈ കൃത്യമായിട്ട് ഈ ഓർഡർ മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. പുതിയ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ഭാഗം ആണ്. ഓക്കെ അല്ലേ മക്കളെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓഫ് എക്സോട്ടിക് ആൻഡ് ഇന്ത്യൻ കാറ്റ് ബ്രീഡ്സ് ആണ്.
ഇന്ത്യൻ കാറ്റൽ ബ്രീഡ്സിനെയും അതുപോലെ എക്സോട്ടിക് കാറ്റൽ ബ്രീഡ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ കാറ്റൽ ബ്രീഡ്സ് എടുത്ത് പറയുമ്പോഴത്തേക്കും 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഈ കമ്പാരിസൺ ചെയ്യുന്നത് മിൽച്ച് അനിമൽസിലാണ് കേട്ടോ, മിൽച്ച് അനിമൽസിലാണ്. ഇന്ത്യൻ മിൽച്ച് അനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എന്താണ് അതിൻ്റെ നമ്മുടെ ഡ്യൂ ലാപ്പ് എന്ന് പറയുമ്പോൾ വെൽ ഡെവലപ്ഡ് ആയിരിക്കും. അതുപോലെ ബുള്ളാണെന്നുണ്ടെങ്കിൽ ഷീത്ത് വളരെയധികം വെൽ ഡെവലപ്ഡ് ആയിരിക്കും. ഈ 2 കാര്യം, ലൂസ് സ്കിന്നായിരിക്കും പൊതുവേ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കാറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡയറി ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരുപാട് മെറ്റബോളിസം നടക്കേണ്ടുന്ന ഒരു ക്യാരക്ടറാണ് ഡയറി ക്യാരക്ടേഴ്സ്. അതായത് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടന്നാൽ മാത്രമേ ഈ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂട് ഇതിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് ഈ കാരണങ്ങളാൽ തന്നെയാണ് നമുക്ക് തണുപ്പ് ഉള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ബ്രീഡ്സിന് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അനിമൽസിന് കൂടുതൽ പാൽ ഉൽപ്പാദന ശേഷിയുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ കേരളം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല, അതായത് കേരളം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഇവിടെ ഒരു മിൽച്ച് ബ്രീഡൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ഇപ്പോൾ കാണുന്ന എല്ലാ മിൽച്ച് ബ്രീഡ്സും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ അത്രയും ചൂടുള്ള ഒരു ഏരിയയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ തണുപ്പുള്ള ഏരിയാസിലൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ മിൽച്ച് ബ്രീഡ്സ് എല്ലാം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. വാട്ടെവർ, നമുക്കിതൊരു ട്രോപ്പിക്കൽ കൺട്രി ആണെന്നറിയാം. ഈ ട്രോപ്പിക്കൽ കൺട്രിയിൽ പുറമേ ഉള്ള അന്തരീക്ഷ ഊഷ്മാവ് കൂടുതലാണെന്ന് നമുക്കറിയാം. അങ്ങനെ എന്തിനാ ഇതിന് ഇത്രയും ലൂസ് സ്കിൻ കൊടുത്തേ? ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുതലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ മെറ്റബോളിസം ഉണ്ടാകുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുന്ന അതിൻ്റെ പരിണിത ഫലമാണെന്ത്? ചൂട് അല്ലേ, എക്സസീവായിട്ട് ചൂടുണ്ടാവും. ആ ചൂടിനെ ഡെസിപ്പേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അല്ലേ, പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്കിൻ സർഫസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഡയറി ബ്രീഡ്സിന് നോട്ട് ഫോർ ഇത് ആർക്ക് ആപ്ലിക്കബിൾ അല്ല, ഇന്ത്യൻ ഡ്രോട്ട് ബ്രീഡ്സിന് ആപ്ലിക്കബിൾ അല്ല കേട്ടോ, ഇന്ത്യൻ ഡയറി ബ്രീഡ്സിന് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കാണപ്പെടുന്നത്. ഓക്കെ നോക്കാം. അപ്പോൾ ഇതാണ് എക്സോട്ടിക് ബ്രീഡ്, ഇന്ത്യൻ ബ്രീഡ്. അതുപോലെ 2 കാര്യങ്ങൾ. ഒന്നാണ് ഹമ്പ്, വെൽ ഡെവലപ്ഡ് ഹമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോസ് ഇൻഡിക്കസിന്റെ സുപ്രധാനമായിട്ടുള്ള സവിശേഷതയാണ് വെൽ ഡെവലപ്ഡ് ഹമ്പ്. എന്തിനാ ഹമ്പ്? അതൊന്ന് ആലോചിച്ച് നോക്ക്. ഡ്രോട്ട് അല്ലേ, വരൾച്ച അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഹമ്പ് എന്തിനാണ്? അതൊരു റിയലി ഇറ്റ്സ് എ ഫാറ്റി ടിഷ്യൂ അല്ലേ, ഫാറ്റി ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഹമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും. ഉറപ്പായിട്ടും നമുക്കറിയാം ക്യാമലിന് നമ്മുടെ മരുഭൂമിയിലെ കപ്പലാകാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതിന് വെള്ളമോ അല്ലെങ്കിൽ ആഹാരമോ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നു അല്ലേ, അല്ലെങ്കിൽ കുറച്ചധികം കാലം ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു. കാരണം എന്താണ്? അതിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റിസർവുകൾ അതിൻ്റെ ഹമ്പിൽ ശേഖരിച്ചു വെക്കുന്നു അല്ലേ. അതേപോലെ ഒരു സ്ട്രക്ചർ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ കാറ്റിലിന് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അതെല്ലാം കോമൺ ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ നോക്കാം, സയന്റിഫിക് നെയിം നോക്കാം. ഇന്ത്യൻ കാറ്റിലിന്റെ പേര് തന്നെയുണ്ട് ബോസ് ഇൻഡിക്കസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിപ്പോൾ തന്നെ പഠിച്ചു പോകണം. എന്തായാലും ഈ ചാർട്ട് തരുന്ന സാധനമെല്ലാം നിങ്ങൾ ഇതേപോലെ വരച്ചെഴുതി ഉണ്ടാക്കണം. നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ വരച്ചെഴുതി ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കണം. ഈ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പഠനമുറിയും നിങ്ങളുടെ അടുക്കളയും നിങ്ങളുടെ സ്വീകരണ മുറിയും ചിലപ്പോൾ നിങ്ങളുടെ ബാത്റൂം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ചാർട്ടായിരിക്കും. ആദ്യത്തെ സഹകാരി എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് PSC ഇതിൻ്റെ കോച്ചിങ് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരുടെയൊക്കെ വീട് കാണുമായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ അതുകൊണ്ടൊക്കെ വലിയ പ്രയോജനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, വലിയ പ്രയോജനം ഉണ്ടാക്കാൻ പറ്റും. ഒരൊറ്റ പോയിന്റ് മാറിപ്പോവുകയല്ല, നിങ്ങൾക്ക് ഒറ്റ പോയിന്റ് മാറിപ്പോകില്ല. അപ്പോൾ ഇപ്പം തന്നെ ഈ ചാർട്ടെല്ലാം ഒട്ടിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കാം. സയന്റിഫിക് നെയിം ബോസ് ഇൻഡിക്കസ് ആൻഡ് ബോസ് ടോറസ്. കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ബോസ് ടോറസ് ആണ് എക്സോട്ടിക് കാറ്റിന്റെ സയന്റിഫിക് നെയിം. മിൽക്ക് പ്രൊഡക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 2 കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സിന് ലോ ആണ്. എക്സോട്ടിക് മിൽക്ക് അനിമൽസിന് ഹൈ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഉണ്ട് അല്ലേ. 100 ലിറ്റർ പാല് വരെ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു അനിമലിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നോക്ക്. HF അല്ലെ, ഹോൾസ്റ്റൈൻ ഫിഷിനാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച് റെക്കോർഡിട്ട ബ്രീഡ് എന്ന് പറയുമ്പോൾ HF ആണ് കേട്ടോ. ഇത് കറന്നെടുക്കുക എന്തോരം പറയും, 100 ലിറ്റർ കറന്നെടുക്കേ. ഒരു ക്യാൻ തന്നെ ഏകദേശം 43 ലിറ്ററാണ് ഒരു ക്യാൻ്റെ കപ്പാസിറ്റി, സാധാരണ മിൽക്ക് ക്യാൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് 2.5 ക്യാൻ പാൽ ഒരു പശു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സയന്റിഫിക് നെയിം ബോസ് ഇൻഡിക്കസ് ആൻഡ് ബോസ് ടോറസ്. മിൽക്ക് പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി ലോ ആണ് ഇന്ത്യൻ കാറ്റിലിന്, എക്സോട്ടിക് കാറ്റിലിന് കൂടുതലാണ്. അതുപോലെ ഹമ്പ് ആർക്കുണ്ട്? നമ്മുടെ ഇന്ത്യൻ കാറ്റിലിനുണ്ട്, എക്സോട്ടിക് കാറ്റിന് ഹമ്പ് ഇല്ല.
എക്സോട്ടിക് ക്യാറ്റിന് ഹമ്പ് ഇല്ല. എന്നാ ചോദിക്കും, ബ്രഹ്മൻ പോലുള്ള ചില ക്യാറ്റിൽസ് ഒക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് USA ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്യാറ്റിൽസ് ആണ്, പക്ഷെ അതിന് ഹമ്പുണ്ട്, വെൽ ഡെവലപ്ഡ് ഹമ്പുണ്ട്. അപ്പോൾ അത് ശരിക്കും ബോസ് ടോറസ് ആണോ എന്ന് വെച്ചാൽ അല്ല. കാരണം എന്താ, അതിൻ്റെ എല്ലാ അച്ഛനമ്മമാരെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. ബ്രഹ്മനെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഇനി എക്സോട്ടിക് ക്യാറ്റല്ലേ സാറേ, അതിന് ഹമ്പുണ്ടല്ലോ എന്ന് ആരും ചോദിച്ചുകൊണ്ട് വരരുത്. നോക്കാം. അപ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ എന്താണ്, ലോ ആൻഡ് ഹൈ അല്ലെ. അതുപോലെ ഹമ്പ് നമുക്ക് എന്താണ്, ബോസ് ഇൻഡിക്കസിന് അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാറ്റിന് ഹമ്പ് ഉണ്ട്, അതേസമയം നമുക്ക് എക്സോട്ടിക് ക്യാറ്റിന് ഹമ്പ് ഇല്ല. അതുപോലെ അഡാപ്റ്റബിലിറ്റി ടു ഹോട്ട് ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഓഫ് കോഴ്സ് ആർക്കാണ് കൂടുതൽ, നമ്മുടെ ഇന്ത്യൻ ക്യാറ്റിലാണ് കൂടുതൽ. അതുപോലെ എക്സോട്ടിക് ക്യാറ്റിന് ഹോട്ട് ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റബിലിറ്റി വളരെ കുറവാണ്. അതായത് നിങ്ങളിപ്പോൾ നല്ല പ്യുവർ ബ്രെഡ് ആയിട്ടുള്ള നമ്മുടെ ഈ HF വളർത്തണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മാട്ടുപ്പെട്ടി ഫാമൊക്കെ ഉള്ളതെന്ന് നമുക്ക് അറിയാമോ? മാട്ടുപ്പെട്ടി, അതുപോലെ എവിടെയാണ് നമ്മുടെ മൂന്നാറിലൊക്കെ നമുക്ക് എന്തുണ്ട്, KLD ബോർഡിൻ്റെ ഫാമുകളുണ്ട്, മദർ സ്റ്റോക്ക് ഫാമുകളുണ്ട്. എന്തിനാണ്, അവിടെ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അവ നന്നായിട്ട് ത്രൈവ് ചെയ്യും ഈ ആനിമൽസ്. മനസ്സിലായില്ലേ? അതായത് നമുക്കിപ്പം വേണ്ടത് 50% ബ്രീഡാണ് വേണ്ടത്, 50% വേണം. എന്നാൽ കൂടിയും കൃത്യമായിട്ട് ആ എക്സോട്ടിക് ബ്ലഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന HF ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും ത്രൈവ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ KLD ബോർഡിൻ്റെ ഫാമുകളൊക്കെ എങ്ങനെ ഉയരത്തി കൊണ്ടുവച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് അഡാപ്റ്റബിലിറ്റി ടു ഹോട്ട് ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ ക്യാറ്റിന് വളരെ കൂടുതലാണ്, അവർക്ക് വളരെ കുറവാണ്. അതുപോലെ ഡിസീസ് റെസിസ്റ്റൻസ് ഇന്ത്യൻ ക്യാറ്റിന് വളരെ കൂടുതലാണ്, അവർക്ക് ഓഫ് കോഴ്സ് കുറവാണ് അല്ലേ. ഇവിടെ കിടന്ന് മണ്ണിലും ചെളിയിലും ചൂടിലും ഒക്കെ അങ്ങനെ വലിയ ക്ലൈമറ്റ് വേരിയേഷനിലൊക്കെ കിടന്നുകൊണ്ട് വളരുന്ന ആ ഒരു അനിമൽ ആയതുകൊണ്ട് തന്നെ ഡിസീസ് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ് ആർക്ക്, നമ്മുടെ ഇന്ത്യൻ ക്യാറ്റിലിന്. അതുപോലെ ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത് എന്ന് പറയും വെൽ ഡെവലപ്ഡ് ആണ് ഇന്ത്യൻ ക്യാറ്റിലിന്. മറ്റിടത്തുനിന്നാണ് ലെസ് ഡെവലപ്ഡ് ആണ്, അത്രയും ഡെവലപ്ഡ് അല്ല, അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളത്. അതുപോലെ ഏജ് അറ്റ് സെക്ഷൽ മെച്യൂരിറ്റി നോക്കാം, 24 മുതൽ 36 മാസം വരെയാണ് നമ്മുടെ ഇന്ത്യൻ ക്യാറ്റിലിൻ്റെ സെക്ഷൽ മെച്യൂരിറ്റി. 2 വർഷം തൊട്ട് അല്ലേ, 2 അല്ലെങ്കിൽ 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇന്ത്യൻ ക്യാറ്റിൽ എന്തായി മാറുന്നത്, സെക്ഷലി മെച്ചോർഡ് ആയിട്ട് മാറുന്നത്. അതേസമയം എക്സോട്ടിക് ക്യാറ്റിൽ 15 മുതൽ 18 മാസത്തിനുള്ളിൽ എന്താണ് സെക്ഷൽ മെച്യൂരിറ്റിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം, നമുക്ക് എന്താ ഗുണം, വേഗം തന്നെ അടുത്ത തലമുറ ഉണ്ടാക്കാല്ലേ. അടുത്ത തലമുറ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാലേ നമുക്ക് പാല് കിട്ടത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പം തന്നെ ചാർട്ട് എഴുതിക്കോണം. ത്രൂ ഔട്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചാർട്ട് ഉണ്ടാക്കണം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. എല്ലാം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 1ാമത്തെ റാങ്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട, 1ാമത്തെ റാങ്ക് നിങ്ങളുടെ കയ്യിരിക്കും. നിങ്ങൾ ആ കാര്യത്തിൽ ഫുൾ കോൺഫിഡൻ്റ് ആയിക്കോ, ഒരു വിഷയമില്ല. ഫസ്റ്റ് റാങ്ക്. അതായത് ചാർട്ട് ഉണ്ടാക്കണം, ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം, പരീക്ഷ എഴുതണം, റിപ്പീറ്റ് ചെയ്യണം. റിവൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. റിപ്പീറ്റേഷൻ അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല, നിങ്ങൾ മനസ്സിലാക്കും. റിപ്പീറ്റേഷൻ അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കാം. ഇന്ത്യൻ ക്യാറ്റിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ 3 തരത്തിലുള്ള ആനിമൽസ് ഉണ്ട്. 1 മിൽച്ച് ഉണ്ട്, 2 ഡ്രോട്ട് ആനിമൽസ് ഉണ്ട്, 3 ഡ്യുവൽ പർപ്പസ് ഉണ്ട്. മിൽച്ച് ഉണ്ട്, ഡ്രോട്ട് ആനിമൽസ് ഉണ്ട് ആൻഡ് ഡ്യുവൽ പർപ്പസ് ഉണ്ട്. ഡ്രോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, വണ്ടി വലിക്കുക, നിലം ഒഴുകുക, അതായത് അതിൻ്റെ മസ്കുലർ ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാക്കണോ അതിനു വേണ്ടി വളർത്തുന്ന അനിമൽസിനെ നമ്മൾ എന്ന് വിളിക്കുക, ഡ്രോട്ട് അനിമൽസ് എന്ന് വിളിക്കാം. മിൽച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പാലിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടല്ലേ, പാല് കുടിക്കാൻ വേണ്ടി നമ്മൾ വളർത്തുന്ന പശുക്കളെയാണ് മിൽച്ച് അനിമൽസ് എന്ന് പറയാം. പിന്നെ നമുക്ക് ഡ്യുവൽ പർപ്പസിനെ മറ്റൊരു പേരിട്ട് വിളിക്കാം, യൂട്ടിലിറ്റി ബ്രീഡ്സ് എന്ന് വിളിക്കാം. യൂട്ടിലിറ്റി ബ്രീഡ്സ്, അതായത് രണ്ട് പ്രയോജനവും നടക്കും അല്ലേ. അതായത് മിൽച്ച് അനിമൽസിൻ്റെ അത്രയും മിൽക്കും കിട്ടത്തില്ല, എന്നാൽ ഇവൻ്റെ അത്ര പവർഫുള്ളും ആയിരിക്കത്തില്ല, എന്നാൽ രണ്ടും നടക്കും. യൂട്ടിലിറ്റി, അതാണ് യൂട്ടിലിറ്റി ബ്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഈ ചാർട്ടിൽ കൃത്യമായിട്ട് ഈ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എക്സാമ്പിൾസും ക്യാരക്ടേഴ്സും ഒന്ന് നോക്കി വെച്ചേക്കണം. നോക്കാം. നമുക്ക് ഡയറി ബ്രീഡ്സ് അല്ലെങ്കിൽ മിൽച്ച് ബ്രീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കൗസ് ആർ ഗുഡ് മിൽക്ക് ഈൽഡ് അല്ലെ, കൗസിന് എന്തായിരിക്കും, നല്ല മിൽക്ക് ഈൽഡ് ഉണ്ടായിരിക്കും. ഡ്രോട്ട് ബ്രീഡ്സ് ആകുമ്പോഴത്തേക്കും ഉണ്ടാകത്തില്ല, കുറവായിരിക്കും. അതേസമയം ഡ്യുവൽ പർപ്പസ് ആകുമ്പോൾ അത്യാവശ്യം പാല് കിട്ടും. ബുള്ളോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ബുൾസ് അല്ല, ബുള്ളോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കാസ്ട്രേറ്റഡ് അല്ലേ, കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വരി ഉടച്ച് കളഞ്ഞ ബുൾസിനെയാണ് ബുള്ളോക്ക് എന്ന് വിളിക്കുക. നമ്മൾ പ്രധാനമായിട്ടും എന്തിനു വേണ്ടി, വണ്ടി വലിക്കാനും അതുപോലുള്ള മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ബുള്ളോക്സ് അല്ലേ. അപ്പോൾ ബുള്ളോക്സ് എന്താണ്, ബുള്ളോക്സ് ഹാവ് പൂർ വർക്കിംഗ് ക്വാളിറ്റി. അതായത് ഡയറി ബ്രീഡ്സിൻ്റെ ഒരു സിന്ധിയുടെ ബുള്ള് നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് ജീവിക്കാന്ന് വെച്ചാൽ വലിയ പാടായിരിക്കും. അതിന് അത്ര ഓടാനും ചാടാനും ഒക്കെ ഉള്ള ശേഷി താരതമ്യേന കുറവായിരിക്കും. അതുപോലെ എന്താണ്, ഡ്രോട്ട് ബ്രീഡ് എക്സലൻറ്റ് വർക്കേഴ്സാണ്, അതിന് വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നതിന്. അതുപോലെ
ഇവിടെ യൂട്ടിലിറ്റി ആകുമ്പോൾ എന്താണ് ഈ രണ്ടിനും ഇടയ്ക്കായിരിക്കും അല്ലെ, എന്താണ് ഗുഡ് ഫോർ ഡ്രോട്ട് പർപ്പസ് അല്ലെ, എക്സലന്റ് വർക്കർ അല്ലെങ്കിൽ കൂടിയും പണി എടുപ്പിക്കാൻ പറ്റും. അതിനാണ് യൂട്ടിലിറ്റി എന്ന് പറയുക, രണ്ട് കാര്യങ്ങളും നടക്കും അല്ലെ. അതുപോലെ ഇനി ബോഡി ക്യാരക്ടർ, ഇവിടെ നിന്നാണ് ചോദ്യം വരിക പ്രധാനമായിട്ടും. അപ്പൊ എന്താണ് പെൻഡുലസ് ഡ്യൂലാപ്പ് ഉണ്ടായിരിക്കും. ഡ്യൂലാപ്പ് എന്ന് പറയുമ്പോൾ ഈ സാധനം ഡ്യൂലാപ്പ് പെൻഡുലസ് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടും അല്ലെ. അതുപോലെ എന്താണ് അടുത്ത് നോക്കാം, ലൂസ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. സ്കിൻ എങ്ങനെ വലിച്ചാൽ വലിയുന്ന സ്കിന്നായിരിക്കും, ലൂസ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. അതുപോലെ എന്താണ് ബ്രൈറ്റ് ഐസ്, നല്ല തിളക്കമുള്ള കണ്ണുകളായിരിക്കും. അതുപോലെ കപ്പേഷ്യസ് അഡർ, അഡർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല എന്താ പറയാ വലിയ അഡർ അല്ലേ, കപ്പേഷ്യസ് ആയിട്ടുള്ള വലിയ അഡർ ആയിരിക്കും. ഇത്രയാണ് അതിന്റെ ബോഡി ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അതേസമയം ഡ്രോട്ട് ബ്രീഡ് ആണെങ്കിലോ വെൽ പ്രൊപ്പോർഷനേറ്റ് ബോഡി ആയിരിക്കും. എന്താണ് കണ്ടില്ലേ, ഒരു കുതിര നിൽക്കുന്ന പോലെയല്ലേ നിൽക്കുന്ന കണ്ടിട്ട്, കൃത്യമായ പ്രപ്പോർഷൻസ് അല്ലേ, കയ്യിലും കാലിലൊക്കെ ആവശ്യത്തിന് മസിൽസ് അല്ലേ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കൂടുതൽ വെയിറ്റ് ഒന്നുമില്ല, വയറൊക്കെ ഒന്ന് ചൊട്ടി അല്ലേ, നല്ല ചെസ്റ്റൊക്കെ വിരിഞ്ഞ് നിൽക്കുകയല്ലേ. യെസ്, അപ്പോൾ എന്താണ് വെൽ പ്രപ്പോർഷനേറ്റ് ബോഡി ആയിരിക്കും. സ്ട്രോങ് ലിംസ് ആയിരിക്കും, കാലുകൾ നല്ല പവർഫുൾ ആയിട്ട് ലിംബായിരിക്കും. അതുപോലെ സ്കിൻ എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് സ്കിന്നായിരിക്കും. ഗെയ്റ്റ്, അതിൻ്റെ ചലനം എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ഗെയ്റ്റ്, വേഗത്തിൽ പോകാനും ഓടാനും ഒക്കെ ശേഷിയുള്ളതായിരിക്കും ഡ്രോട്ട് അനിമൽസ് എന്ന് പറയുമ്പോഴത്തേക്കും. അതുപോലെ ഇവരെ നോക്കുമ്പോൾ യൂട്ടിലിറ്റി ബ്രീഡ് നോക്കുമ്പോഴത്തേക്ക് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ഡ്രോട്ട് ആൻഡ് മിൽച്ച് ഇതാണ് നോക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ കുറച്ചൊക്കെ ഇതില്ലേ, ഡ്യൂലാപ്പില്ലേ, കുറച്ച് ആർഡറില്ലേ, കുറച്ച് പ്രൊപ്പോർഷനായിട്ട് ബോഡി അല്ലേ, എല്ലാം ഉണ്ടല്ലേ യൂട്ടിലിറ്റി ബ്രീഡ്. ഇനി എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും, പേടിക്കണ്ട. കാരണം നമ്മൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും വിശദമായിട്ട് ഇവരെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട് അല്ലേ. നോക്കാം, റെഡ് സിന്ധി, അതുപോലെ സഹിവാൾ, ഗീർ, ഈ 3 ബ്രീഡ്സ് ആണ് ഇതിന് പ്രധാനമായിട്ട് നമുക്ക് ഡയറി ബ്രീഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡ്രോട്ട് ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്കും കങ്കയം, ഹല്ലികാർ ആൻഡ് അമൃത് മഹൽ. ഇവിടെ നിങ്ങൾക്ക് ഈ ഡ്രോട്ടും ഇതൊരിക്കലും മാറിപ്പോകത്തില്ല, എനിക്കറിയാം. ഡയറി ബ്രീഡ്സും ഡ്രോട്ടും ഡ്യുവലും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഓർത്ത് വെച്ച് പഠിക്കണം കേട്ടോ, അത് പഠിക്കണം. ഹരിയാന, കാങ്ക്രേജ്, ഡിയോണി ആൻഡ് താർപാക്കർ. കാങ്ക്രേജും കങ്കായവും തമ്മിൽ തിരിഞ്ഞു പോലെ കേട്ടോ, കാങ്ക്രേജും കങ്കായം തമ്മിലിരിക്കും തിരിഞ്ഞു പോയത്. കാങ്ക്രേജ് എന്ന് പറയുമ്പോൾ തന്നെ അയർ ഷേപ്പ്ഡ് ഹോൺ ഇങ്ങനെ നമ്മളെ മനസ്സിൽ വരണം അല്ലേ. നമ്മുടെ ഏതാണ് ബാഹുബലി സിനിമയിലുള്ള പശു കണ്ടിട്ടില്ലേ, ബാഹുബലി അതിൻ്റെ തലയിൽ ഇങ്ങനെ പന്തമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടിച്ചു വരണം കുറേ എണ്ണത്തിന്. യെസ്, അതാണ് കാങ്ക്രേജ്, അത് മാറിപ്പോയത്. അതുപോലെ ഡിയോണി ആൻഡ് താർപാക്കർ, ഇത് മാറിപ്പോയത് കേട്ടോ. ഇത് നമുക്ക് പഠിക്കുമ്പോഴത്തേക്ക് അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡൊക്കെ ഞാൻ പറഞ്ഞുതരാം, കാരണം ഈ ബ്രീഡ്സിനെ കുറിച്ചെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഈ കമ്പാരിറ്റീവ് സ്റ്റഡിയിൽ എന്തൊക്കെ മനസ്സിലാക്കി വെച്ചേക്കേണ്ടതാ, അതിന്റെ രണ്ടിന്റെയും ബോഡി ക്യാരക്ടേഴ്സ് അല്ലേ, ഇത് കൃത്യമായിട്ട് പഠിച്ചോണം, ഇത് പഠിച്ചോണം കേട്ടോ. ഇത് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇപ്പം പഠിക്കുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നും, പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്കിത് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെറിയ സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. എവിടെയാണ് വരുന്നത്, ഇതിൽ വരത്തില്ല. അതുപോലെ സ്ട്രോങ് ലിബിൽ വരത്തില്ല, ടൈറ്റ് സ്കിന്ന്, ഈ സ്കിന്നിൻ്റെ കാര്യം ചിലപ്പോൾ ഡൗട്ടൊക്കെ വന്നേക്കാം. ഫാസ്റ്റ് ഗേറ്റ് ഒന്നും വരത്തില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ ബ്രൈറ്റ് ഐസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇത് അതിലുള്ളതാണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം വന്നുകൂടായിക ഇല്ല. ഓക്കെ അല്ലേ. അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രോട്ട് ബ്രീഡിന്റെ ക്യാരക്ടർ അല്ലാത്തത് ഏത് എന്ന് പറയുമ്പോഴത്തേക്കും ലൂസ് സ്കിൻ എന്നിട്ടേക്കുന്നു. ലൂസ് സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇന്ത്യൻ ലൂസ് സ്കിൻ എന്ന് സാറെന്നുള്ള പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കയറി മാറിക്കുത്തരുത്. അവനാ പറഞ്ഞത്. ഡയറി ബ്രീഡ്സിന്റെ കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ അല്ലേ. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് മിൽച്ച്, ഡ്രോട്ട് ആൻഡ് ഡ്യുവൽ പർപ്പസ് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ബ്രീഡ്സിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി കൂടെ ഉണ്ട് കേട്ടോ. എന്താണ്, ഒറിജിൻ അനുസരിച്ചിട്ട് പ്രധാനമായിട്ടും 4 ക്ലാസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ 4 ക്ലാസിന്റെയും ക്യാരക്ടറിസ്റ്റിക്സും അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ബ്രീഡ്സും വളരെ 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 പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണിത്. ഇത് നിങ്ങൾക്ക് ചിക്കൻ ബ്രീഡ്സ് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചാർട്ട് തരും. ആ ചാർട്ട് നിങ്ങളെ രക്ഷിക്കും കേട്ടോ. ഈ ചാർട്ട് നിങ്ങളെ രക്ഷിക്കാൻ പാകത്തുള്ള ചാർട്ട് തന്നെയാണ്. ഈ ചാർട്ട് നിർബന്ധമായിട്ട് ഒട്ടിച്ചിരിക്കണം. ഇതിന് തൊട്ട് മുന്നത്തെ ചാർട്ട് ഒട്ടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചാർട്ടായിട്ട് നിങ്ങൾ എടുക്കണ്ട. പക്ഷേ എന്ത് ചെയ്യണം, ഈ ചാർട്ട് നിങ്ങളൊന്ന് ഒട്ടിച്ച് വെച്ചോ, കുഴപ്പമില്ല, നല്ലതാണ്. ഓക്കെ. പക്ഷേ ഇത് നിർബന്ധമായിട്ട് ഒട്ടിക്കണം. ഇത് ഒട്ടിക്കാതെ ഒരു പരിപാടി ചെയ്യരുത്. നോക്കാം, എല്ലാം ഒട്ടിക്കണം, ഒരെണ്ണം ഒഴിവാക്കണ്ട. അപ്പോൾ നോക്കാം, ഫസ്റ്റ് അമേരിക്കൻ ക്ലാസ്, 2 ഇംഗ്ലീഷ് ക്ലാസ്, 3 മെഡിറ്ററേനിയൻ ക്ലാസ്, 4 ഏഷ്യാറ്റിക് ക്ലാസ്. ഇതിനകത്ത് ഓരോ ക്ലാസ്സിനും കോമൺ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്നാൽ ചില ബ്രീഡ്സ് ഇത് അനുസരിക്കാതെ മാറി നിൽക്കുകയും ചെയ്യും. അത് ഞാൻ ബ്രീഡ്സ് പഠിപ്പിക്കുമ്പോഴത്തേക്കും എവിടെ നിന്നാണ് ചോദ്യം പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞുതരും, അതേ ചോദിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ചോദിക്കലെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ചില ഭാഗങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അവിടെ നിന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം പറയുന്ന പോലെ ചോദിച്ചിരിക്കുകയും ചെയ്യും. ഓക്കെ.
അപ്പൊ നോക്കാം ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം എന്തൊക്കെയാണ്. അമേരിക്ക ഇവിടുത്തെ നമ്മൾ ഷാങ്ക് പഠിക്കുന്നുണ്ട്, സ്കിന്ന് പഠിക്കുന്നുണ്ട് അതിന്റെ കളറ്, അതുപോലെ ഇയർ ലോബ് നിങ്ങൾക്ക് അറിയാം, അതുപോലെ എന്ത് പർപ്പസ് ആണ് ഉപയോഗിക്കുന്നത്, ബോഡി സൈസ് ആൻഡ് എക്സലിന്റെ കളർ, ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് നമുക്ക്. ഈ ബേർഡിന്റെ ഷാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഈ മുട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇങ്ങനെ വിരലിരിക്കുമല്ലോ, ദേ ഈ ഭാഗമാണ് ഷാങ്ക് എന്ന് പറയുന്നത്. അത് ക്ലീൻ ആയിട്ടുള്ളൊരു ഭാഗം നമുക്ക് കാണാമല്ലോ ചിക്കൻ്റെ ലെഗിൽ, അവിടെ തൊട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കളയും അല്ലേ. അതിന് മുകളിലോട്ട് സ്കിന്ന് കവറുള്ള ഭാഗം മാത്രമേ നമ്മൾ ചിക്കൻ ലെഗായിട്ട് നമ്മൾ എടുത്ത് ഇറച്ചി വെട്ടി എടുക്കത്തുള്ളൂ. അപ്പോൾ ഇറച്ചി വെട്ടുമ്പോഴത്തേക്കും നമ്മൾ മുട്ട് വെച്ച് വെട്ടിക്കളയില്ലേ, ആ ഭാഗം തൊട്ട് അതിൻ്റെ പാം വരെയുള്ള ഭാഗം ഷാങ്ക് എന്ന് വിളിക്കുക. നോക്കാം എന്താണ് ഷാങ്ക് എങ്ങനെയായിരിക്കും. അമേരിക്കൻ ക്ലാസ്സിലും ഇംഗ്ലീഷ് ക്ലാസ്സിലും മെഡിറ്ററേനിയൻ ക്ലാസ്സിലും ക്ലീൻ ആയിരിക്കും, അവിടെ ഫെദർ ഉണ്ടാവില്ല. ഏഷ്യാറ്റിക് ക്ലാസ്സിൽ മാത്രമാണ് ഫെതേർഡ് ഷാങ്ക് കാണപ്പെടുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കേണ്ട ഒരു കട്ടയാണ്. ഏഷ്യാറ്റിക് ക്ലാസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അല്ലേ, ഈ താഴത്ത് നിന്നിരിക്കുന്നതിൽ ഫെതേർഡ് ഷാങ്ക് ഉള്ള ക്ലാസ് ഏതെന്ന് ചോദിച്ചാൽ ഏഷ്യാറ്റിക് ക്ലാസ് ആണ്. കൊച്ചിൻ, ബ്രഹ്മ അതുപോലുള്ള ബ്രീഡ്സ് എല്ലാം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുവരെയൊക്കെ അതിനെന്തുണ്ട് ഫെദർ ഉണ്ട്. അപ്പോൾ ഫെതേർഡ് ആയിട്ടുള്ള ഷാങ്ക് കാണപ്പെടുന്നത് ഏഷ്യാറ്റിക് ക്ലാസ്സിലാണ്. ഉദാഹരണം ബ്രഹ്മ, കൊച്ചിൻ, ലാങ്ഷൻ, മൂന്നെണ്ണത്തിനും എന്തുണ്ട് ഈ പറഞ്ഞ പോലെ ഫെതേർഡ് ഷാങ്ക് ഉണ്ട്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കാം സ്കിന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സ്കിന്നിൻ്റെ കളറാണ് ഉദ്ദേശിക്കുന്നത്. പുറമേയുള്ള പ്ലൂമേജ് കളറല്ല, ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിന്ന് അതായത് നമ്മുടെ ഫെദർ എടുത്ത് മാറ്റുമ്പോഴത്തേക്കും അടിയിലുള്ള അണ്ടർലൈൻ സ്കിന്നിൻ്റെ കളറാണ്. അമേരിക്കൻ ക്ലാസ് ആകുമ്പോഴത്തേക്കും അവിടെ യെല്ലോ കളറായിരിക്കും, ലൈറ്റ് യെല്ലോയിഷ് കളറായിരിക്കും അമേരിക്കൻ ക്ലാസ്സിന്. ഉദാഹരണം റോഡ് ഐലൻഡ് റെഡ്, ന്യൂ ഹാംഷെയർ, പ്ലിമത്ത് റോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അല്ലേ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ നോക്കാം RIR, നമ്മൾ കപ്പക്കോഴി എന്ന് പറയില്ലേ, റെഡ് ആയിട്ട് നല്ല ചുവന്ന കോഴിയില്ലേ. ഇപ്പം നമ്മുടെ ഗ്രാമപ്രിയയ്ക്ക് ഏകദേശം RIR കളറാണ് കേട്ടോ. ഗ്രാമപ്രിയ അല്ല, നേരത്തെ നമുക്ക് RIR നല്ല കപ്പക്കോഴിയുള്ള വലിപ്പമുള്ള കോഴികൾ വാങ്ങാൻ കിട്ടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കിന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് യെല്ലോ കളറാന്നേ. ഇപ്പോൾ ആർക്കാ വ്യത്യാസമുള്ളത്, ഇംഗ്ലീഷ് ക്ലാസ് ആകുമ്പോഴത്തേക്കും വൈറ്റ് കളറാന്നേ. അതുപോലെ ഏഷ്യാറ്റിക് ക്ലാസ്സും എന്താണ് യെല്ലോ കളറാന്നേ. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഈ സ്കിൻ കളർ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. അമേരിക്കൻ ക്ലാസ് യെല്ലോ, ഇംഗ്ലീഷ് ആകുമ്പോൾ വൈറ്റ്, മെഡിറ്ററേനിയൻ യെല്ലോയും ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ. മെഡിറ്ററേനിയൻ യെല്ലോ അല്ലെങ്കിൽ വൈറ്റ്, അതായത് ചില മെഡിറ്ററേനിയൻ ബ്രീഡ്സിന് യെല്ലോ ആണ്, ചില മെഡിറ്ററേനിയൻ ബ്രീഡ്സിന് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ യെല്ലോ ആണ് രണ്ടല്ല ആക്ച്വലി 3 ഉണ്ടല്ലേ, യെല്ലോ ഓർ വൈറ്റ് ലൈക്ക്. അതുപോലെ ഇയർ ലോബിനെ കളർ നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്ററേനിയൻ ക്ലാസിൻ്റെ ഇയർ ലോബ് വെള്ള കളറായിരിക്കും. അവിടെയും എക്സംഷൻ വരുന്ന ഒരാളുണ്ട്, അവരെ ഞാൻ പറഞ്ഞു തരും കേട്ടോ. മെഡിറ്ററേനിയൻ ക്ലാസ് പറഞ്ഞു തരും ബ്രീഡ്സ് പഠിക്കുമ്പോഴത്തേക്കും. അപ്പോൾ കോമൺലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ ക്ലാസിൻ്റെ ഇയർ ലോബ് വൈറ്റ് ആണ്, ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും റെഡ് ഇയർ ലോബാണ്, ചുവന്ന ഇയർ ലോബാണ്. ഇനി നോക്കാം പർപ്പസ് നോക്കുമ്പോഴത്തേക്കും മക്കളെ, ഏഷ്യാറ്റിക് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും മീറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നു. അതുപോലെ എഗ് പർപ്പസ്. മെഡിറ്ററേനിയൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റ ഉത്തരം മതി നിങ്ങൾക്ക്. ഏതാണ് ലഗോൺ അല്ലേ, വൈറ്റ് ലഗോണിന്റെ ഒറ്റ ഉത്തരം മതി. മെഡിറ്ററേനിയൻ ക്ലാസ് എഗ് പർപ്പസ് ആണെന്ന് മനസ്സിലാക്കാൻ, എഗ് പർപ്പസ് ആണ്. അപ്പോൾ എക്സ്റ്റെൻസീവ്ലി മീറ്റ് പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏഷ്യാറ്റിക് ക്ലാസ് അത്രയും ഹെവി ആയിട്ടുള്ള ബേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് മീറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്നു. അതുപോലെ മെഡിറ്ററേനിയൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എഗ് പർപ്പസിന് ഉപയോഗിക്കുന്നു. ബാക്കി രണ്ടും അമേരിക്കൻ ഇംഗ്ലീഷും ഡ്യുവൽ പർപ്പസും, ബോത്ത് മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് മെഡിറ്ററേനിയൻ ക്ലാസിൻ്റെ ഇറച്ചി നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ പാടുണ്ട്. കാരണം എന്താ, നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ്, അത്രയും ചെറിയ ബേർഡ്സ് ആകുമ്പോഴുള്ള ഗുണം എന്താണ്, കൂടുതൽ മുട്ടയിടും. മാത്രമല്ല ഫീഡ് കൺവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി അതൊട്ടും ഉപയോഗിക്കുന്നില്ല. കൊടുക്കുന്ന തീറ്റ മൊത്തം മുട്ടയായിട്ട് തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുക, എഗ് വെറൈറ്റി എന്ന് പറയുന്നത്. അതിൽ ഏഷ്യാറ്റിക് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മുട്ട താരതമ്യേന വളരെ കുറവായിരിക്കും. അപ്പോൾ കൂടുതലും മീറ്റ് ബിൽഡ് ചെയ്യാൻ, മസിൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു ശേഷിയുള്ള സാധനം ഏഷ്യാറ്റിക് ക്ലാസ് വരുന്ന ബ്രീഡ്സ്. അതുപോലെ അമേരിക്കൻ ആൻഡ് ഇംഗ്ലീഷ് ആകുമ്പോഴത്തേക്കും രണ്ടും അത്യാവശ്യം കുറച്ച് 10-200 മുട്ടയും കിട്ടും. കുറച്ച് തിന്നാൻ നേരത്ത്, അറക്കാൻ നേരത്ത് കുറച്ച് എന്തുണ്ടാവും, മീറ്റും കിട്ടും. മറ്റേ ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ മെഡിറ്ററേനിയൻ ക്ലാസ്സിലുള്ള നിങ്ങൾ ഈ ലഗോൺ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ലഗോൺ ബിരിയാണി കോഴിക്കോട് ഭാഗത്തൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള കല്യാണ ബിരിയാണി ലഗോൺ ബിരിയാണി. അപ്പോൾ ലഗോൺ ബിരിയാണി പ്രത്യേകം എന്താണ്, ഇത്രയേ ഉള്ളൂ, മുട്ടയിട്ട് തീർന്ന വൈറ്റ് ലഗോൺ പോലെയുള്ള ഇറച്ചി തീരെ ഇല്ലാത്ത കോഴിയുടെ ഇറച്ചിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് ടേസ്റ്റ് ഉണ്ട്, വളരെ വെറൈറ്റി ആയ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. മാത്രമല്ല അതൊരു അത്യാവശ്യം നല്ല എന്താ പറയുക, മുറ്റിയ കോഴിയായിരിക്കും. നമ്മുടെ ഈ മീറ്റിൻ്റെ കളർ, മീറ്റ് സ്ട്രാൻഡ്സിൻ്റെ കളറെല്ലാം മാറിയിട്ടുള്ള
ഒരു ഇതായിരിക്കും. അപ്പോൾ അതിനൊരു പ്രത്യേകം ടേസ്റ്റാണ്. പക്ഷെ എന്താണ്, ഒരു കോഴിയെ 4ആയിട്ട് കട്ട് ചെയ്താൽ 4 ബിരിയാണി വെക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അങ്ങനെയാണ് ലെഗോൺ ബിരിയാണി വരുന്നത്. ഓക്കെ, അപ്പം മെഡിറ്ററേനിയൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് വളരെ ചെറുതായിരിക്കും അല്ലേ, ചെറുതായിരിക്കും. ഏഷ്യാറ്റിക് ക്ലാസ് മാസീവാണ്. ഇതേ കാര്യം തന്നെ നമുക്കിവിടെ മീറ്റ് പർപ്പസ് ആണെങ്കിൽ മാസീവ് ആയിരിക്കണം, എഗ് പർപ്പസ് ആണെങ്കിൽ സ്മോൾ ആയിരിക്കും, നമുക്കറിയാം. ഡ്യുവൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഉണ്ടായിരിക്കും. എഗ്ഷെല്ലിൻ്റെ കളർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോദിച്ചിട്ടുണ്ടേ. നമുക്ക് വൈറ്റ് കളേർഡ് എഗ്ഗ് കാണപ്പെടുന്നത് ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മെഡിറ്ററേനിയൻ ക്ലാസ്സിലാണ് പൊതുവേ വൈറ്റ് കളേർഡ് എഗ് ഷെല്ല് കാണപ്പെടുന്നത്. ബാക്കി 3നും ബ്രൗൺ കളേർഡ് ഷെല്ലാണ്. ഓക്കെ, അപ്പം ബ്രൗൺ കളേർഡ് ഷെല്ല് ഉള്ള ഒരു എഗ്ഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് നാടൻ മുട്ടയാണെന്നും അതിന് ന്യൂട്രീറ്റീവ് വാല്യൂ കൂടുതലാണെന്നും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ബ്രൗൺ കളേർഡ് എഗ്ഗിന് വെയിറ്റില്ല പ്രൈസ് കൂടുതലല്ലേ മാർക്കറ്റിൽ അല്ലേ? ആണ്. മറ്റത് വെള്ള മുട്ടയും ചുവന്ന മുട്ടയും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നാടൻ കോഴിയുടെ മുട്ടയാണ്. നാടൻ കോഴിയുടെ മുട്ടയെന്നല്ല, അമേരിക്കൻ ക്ലാസ്സിലും ഇംഗ്ലീഷ് ക്ലാസ്സിലും ഏഷ്യാറ്റിക് ക്ലാസ്സിലുള്ള എല്ലാ ബ്രീഡ്സിനും എന്താണ്, ബ്രൗൺ ഷെൽഡ് എഗ്ഗാണ്. നിങ്ങൾക്ക് കടയിൽ വന്നിരിക്കുന്ന ബ്രൗൺ ഷെൽഡ് എഗ്ഗ് നാടൻ കോഴിയുടെ മുട്ടയല്ല. എന്താ നാടൻ കോഴി? കഴിഞ്ഞ PSC ഒരു ചോദ്യമുണ്ട് കേട്ടാ, നിങ്ങളിത് കേൾക്കണം. സയന്റിഫിക് ടെമ്പറാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ ബ്രൗൺ ഷെൽഡ് എഗ്ഗും വൈറ്റ് ഷെൽഡ് എഗ്ഗും തമ്മിൽ ന്യൂട്രീറ്റീവ് വാല്യൂ ഡിഫറൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു PSC. വളരെ വിവരമുള്ള നല്ല സാറന്മാരാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടേക്കണത്. കാരണം അങ്ങനെ ഒരു ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ ഓർഗാനിക് ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളെ ഓട്ടിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം നമ്മളെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇനി ഞാൻ മറ്റൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു. നമ്മുടെ നാടൻ കോഴിയുടെ മീറ്റും അതുപോലെ പൗൾട്രി ഫാമിൽ നിന്ന് വരുന്ന നമ്മുടെ ബ്രോയിലർ ചിക്കൻ്റെ മീറ്റും തമ്മിൽ ന്യൂട്രീറ്റീവ് വാല്യൂ വ്യത്യാസമുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അല്ലെങ്കിൽ കൂടുതൽ എളുപ്പം ദഹിപ്പിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ എല്ലാം ഉള്ളത് ഏതിലാണ്? ബ്രോയിലർ ചിക്കനിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ബേസിക്കലി ന്യൂട്രീറ്റീവ് വാല്യൂ വ്യത്യാസം ഇല്ല എന്ന് വേണേൽ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് PSC ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 മുട്ട എടുത്തു കഴിഞ്ഞാൽ അതിൽ തമ്മിൽ ന്യൂട്രീറ്റീവ് വാല്യൂ വ്യത്യാസം ഉണ്ടോ? ഉണ്ട്, ഇല്ല, അങ്ങനെയായിരുന്നു ഓപ്ഷൻ. ഇല്ല എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. ഇല്ല. നിങ്ങൾ ഒരു കാരണവശാലും മുട്ടയ്ക്ക് അധിക വില കൊടുത്തുകൊണ്ട് നിങ്ങൾ ചുവന്ന മുട്ട വാങ്ങേണ്ട ആവശ്യം ഇല്ല കേട്ടോ. മുട്ട വിൽ ബി ദ സെയിം, അപ്പുറവും ഇപ്പുറവും. ചിലപ്പോൾ അവിടെ വളർത്തുന്നത് ഈ ബ്രീഡ്സിൽ ഏതെങ്കിലും ആയിരിക്കും. രണ്ടിനും കൊടുക്കുന്ന ഒരു തീറ്റയാണെന്നുണ്ടെങ്കിൽ there will never be any difference. ഓക്കെ, അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് വെച്ചോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എഗ്ഷെല്ലിൻ്റെ കളർ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുക, മെഡിറ്ററേനിയൻ ക്ലാസ്സിലായതുകൊണ്ടാണ് അതിൻ്റെ മുട്ടയ്ക്ക് 1 രൂപ 2 രൂപ കുറഞ്ഞു പോയത്, അല്ലാതെ അതിൽ ഒന്നും കുറവുണ്ടായിട്ട് അല്ല കേട്ടോ. അപ്പോൾ മെഡിറ്ററേനിയൻ ക്ലാസ്സിലുള്ള കോഴിയുടെ മുട്ട എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തായിരിക്കും, അതിൻ്റെ എഗ്ഷെല്ലിൻ്റെ നിറം എന്തായിരിക്കും മക്കളെ? വൈറ്റ് ആയിരിക്കും. ശ്രദ്ധിക്കൂ, ഇയർ ലോബിൻ്റെ കളർ എന്തായിരിക്കും? യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് ആണ് അല്ലേ, കൃത്യമായിട്ട്. അതുപോലെ സ്കിന്നിൻ്റെ കളർ എന്താണ്? പൊതുവേ വൈറ്റ് ആണ്, യെല്ലോയും കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു വേരിയേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്കും സ്കിൻ കളർ വൈറ്റ് ആണ്, പക്ഷേ അതിൻ്റെ മുട്ടയുടെ കളർ ബ്രൗൺ ആണ്, റെഡ് ഇയർ ലോബ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഇതിനോട് സമാനമായിട്ട് നിൽക്കും. അങ്ങനെ ഓക്കെ അല്ലേ? ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കോഡ് ഉണ്ടായിരിക്കും. കോഡ് ഞാൻ പറഞ്ഞു തരും. ഇപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് കാണാൻ പഠിച്ച് നിങ്ങൾ ഇതാക്കേണ്ട കാര്യമില്ല. നോക്കാം. RIR ന്യൂ ഹാംഷെയർ, പ്ലിമത്ത് റോക്ക്. അതുപോലെ ഇംഗ്ലീഷ് ആകുമ്പോഴത്തേക്കും ആസ്ട്രലോപ്പ്, സസെക്സ്, കോർണിഷ്. പിന്നെ മെഡിറ്ററേനിയൻ ആകുമ്പോഴത്തേക്കും ലഗോൺ, മിനോർക്ക ആൻഡ് അൻഗോണ. ഏഷ്യാറ്റിക്, ബ്രഹ്മ, കൊച്ചിൻ, ലങ്ഷാൻ. നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ലങ്ഷാൻ എന്ന് പറയുമ്പോൾ ചൈനയുടെ പേരല്ലേ, കൊച്ചിനും ബ്രഹ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ പേരാണെന്ന് നമുക്കറിയാം. ബ്രഹ്മ, കൊച്ചി അല്ലേ, നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഏഷ്യാറ്റിക് മാറിപ്പോകത്തില്ല. ഇതിൽ അമേരിക്കനും ഇംഗ്ലീഷുമാണ് മാറിപ്പോകാൻ സാധ്യതയുള്ളത്. അതിന് പ്രത്യേകം കോഡുണ്ട്. ആ ബ്രീഡ് പഠിക്കുന്ന സമയത്ത് ഞാൻ കോഡ് പറഞ്ഞു തരും. പിന്നെ ചാർട്ട് കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ചോദ്യവും മാറിപ്പോവില്ല. സാറന്മാർ ഞെട്ട് നിങ്ങളെ മാർക്ക് കേൾക്കുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ സഹകാരി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് പോകുമല്ലോ. ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേക്കും എനിക്ക് 1-2 പേരെടുത്ത് പറഞ്ഞാണ്, ഇവിടെ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ച് അവർ പല കാര്യവും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമെന്ന്. അത് ഓരോരുത്തരും ആ ഒരു എന്താ പറയുക, അവർ ആർജിച്ചെടുത്ത അറിവിൻ്റെ ഒരു ആഴവും പരപ്പുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങളായി മാറും എന്നുള്ളതാണ്. ഈ മേഖലയിൽ നിങ്ങൾ അഗ്രഗണ്യരായിട്ട് മാറും. അതായത് ഒരു സംശയം, നിങ്ങൾ ചോദിക്കുന്ന സംശയത്തെ കണ്ണിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്രോസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വായന ആവശ്യമായിട്ട് വരും നിങ്ങളുടെ സാറിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലേക്ക് മാറാം. ഓക്കെ അല്ലേ മക്കളെ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് നിർബന്ധമായിട്ട് എഴുതി ഒട്ടിക്കണം. ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് ഇടാൻ വേണം കേട്ടോ. ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് ഇടണം, നിർബന്ധമായിട്ട് ഇടണം നിങ്ങൾ. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് സൂപ്പറായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ചോദ്യോത്തര വേളയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, ചോദ്യോത്തര വേളയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ കറക്റ്റ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക് പഠിച്ചു പോകാം. നിങ്ങൾ ഇന്നു മുതൽ എല്ലാ പ്രസ്താവന ചോദ്യങ്ങളും എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നോ രണ്ടോ തവണ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ചാരം ആയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും അത് ചെയ്ത് വരുമ്പോൾ ശരിയാവും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ മക്കളെ, ഏറ്റവും റീസെൻ്റ് ആയിരുന്ന പല പരീക്ഷകളിലും നമ്മുടെ കേരള ബാങ്കിൻ്റെ PSC പരീക്ഷയും JSCയുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ PSC പരീക്ഷയും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും സ്റ്റേറ്റ്മെൻറ്റ് 60-65 ചോദ്യമൊക്കെ ചോദിച്ചേക്കണം കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിമിനേഷൻ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല. നമ്മളെ കൊച്ചുങ്ങൾ നമ്മൾ അന്നേ എലിമിനേഷൻ പഠിപ്പിച്ചാൽ വിട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേർക്ക് അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആദ്യ ഫസ്റ്റ് റാങ്ക് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എലിമിനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും. എൻട്രൻസിനൊക്കെ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും എന്തായാലും. ഇല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കാം. ബ്രീഡ് റെഫേഴ്സ് ടു, ശരിയായ പ്രസ്താവന നോക്കാം. ബ്രീഡ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓർ ബേർഡ്സ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ട്രാൻസ്മിറ്റ് ടു നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ ഒറ്റ പ്രസ്താവന മാത്രം കിട്ടിയാൽ തന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ശരി ഉത്തരം പിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. എന്താ ബ്രീഡ് എന്ന് പറഞ്ഞാൽ? ബ്രീഡ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓർ ബേർഡ്സ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ട്രാൻസ്മിറ്റഡ് ടു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകണം അല്ലേ. മേ എന്ന് പറഞ്ഞാൽ ഓക്കെ, മേ നോട്ട് കൂടെ വന്നുകൊണ്ട് എന്താണ് അത് തെറ്റാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ശരി ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് താഴത്തെ ഓപ്ഷൻ നമുക്ക് ചില ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും A എന്ന് പറയുന്ന ഓപ്ഷനിൽ 1 ശരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഈ 2 ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും A എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരിക്കലും വരില്ല. കാരണം എന്താണ്? എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതേപോലെ ഇതിൽ 1 വന്നിട്ടില്ല, ഇതിൽ വന്നിട്ടില്ല. ആൾ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞാൽ അതിൽ 1 ഉൾപ്പെടില്ലേ, അതും ഉൾപ്പെടും. അപ്പോൾ D എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരിക്കലും വരില്ല. ഇനി Bയിലോ Cയിലോ മാത്രമാണ് നമ്മുടെ ഉത്തരം ഇരിക്കുന്നത്. രണ്ടാം നോക്കാം. ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഡെവലപ്ഡ് ഇൻ എ സർട്ടൈൻ ജിയോഗ്രഫിക് ഏരിയ. ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് അല്ലേ, ബ്രീഡ്സ് കുറച്ചധികം ബ്രീഡ്സ് ആണ് ഒരു ജിയോഗ്രഫിക്കൽ. അത് ശരിയാണ്, നമുക്കറിയാം. അപ്പോൾ 2 ഉണ്ടല്ലോ, 2 ഉള്ളത് മാത്രം നോക്കിയാൽ മതി. ഇതിൽ 2ലും 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും കട്ട് ചെയ്യാനോ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മൂന്നാമത്തെ നോക്കാം. ക്ലാസ് ഈസ് വൈറ്റ് ലഗൂൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഏഷ്യാറ്റിക് ക്ലാസ് ചിക്കൻ. വൈറ്റ് ലഗൂൺ എന്ന് പറയുമ്പോൾ ഏഷ്യാറ്റിക് അല്ലെന്ന് നമുക്കറിയാം അല്ലേ, നമുക്കറിയാം. അപ്പോൾ എന്താണ്? ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഉത്തരത്തിലേക്ക് എത്തി C. ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റും പരിശോധിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ചിലതിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെന്റിൽ ഉത്തരം കിട്ടും, ചിലല്ലെങ്കിൽ 1 സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ എന്താണ് ഉത്തരം? C ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കാറ്റൽ ബ്രീഡ്സ്. കാറ്റൽ ബ്രീഡ്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കാറ്റിൽ ആർ നോൺ ഫോർ ദെയർ ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്. അത് ശരിയാണെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് അല്ലേ. വേറെ ഏതൊക്കെ നമ്മൾ വായിച്ചു നോക്കാൻ ശരിയാണെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ 1 ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ നമുക്ക് ഓപ്ഷൻസ് മാത്രം എടുത്താൽ മതി. 1 ഇല്ലാത്തതെല്ലാം നമുക്ക് കളയാം. അപ്പോൾ ഏത്? Bയിൽ 1 ഇല്ലാത്തതുകൊണ്ട് അത് കളയാം. ഇതിലൊന്നുണ്ട്, ഇതിലും 1ഉണ്ട്. അപ്പോൾ ഇനി A ആണോ C ആണോ D ആണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. എക്സോട്ടിക് കാറ്റിൽ ആർ നോൺ ഫോർ ദെയർ ഹൈ മിൽക്ക് പ്രൊഡക്ഷൻ. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 2 ഉള്ളതുകൾ മാത്രമേ ശരിയായി വരത്തുള്ളൂ. ഇതിൽ 2 ഇല്ലാത്തതുകൊണ്ട് C നമുക്ക് കളയാം. ഇനി A ആണോ D ആണോ എന്ന് മാത്രം ഉറപ്പിച്ചാൽ മതി. 3 നോക്കാം. ഇന്ത്യൻ കാറ്റിൽ ഹാവ് ഹൈ മിൽക്ക് ഈൽഡ് കമ്പയർഡ് ടു എക്സോട്ടിക് കാറ്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. 3 ഉള്ളത് എല്ലാം കളയാം അല്ലേ. ആൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞാൽ 3 ഉണ്ടല്ലോ മക്കളെ, അപ്പോൾ അതും കളയാം. 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. 1, 2 ആൻഡ് 4 അല്ലേ. 4 ശരിയാണെന്ന് നോക്കാം. ഇനി ഇന്ത്യൻ കാറ്റ് ഹാവ് എ വെൽ ഡെവലപ്ഡ് ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത് എന്ന് പറഞ്ഞിരിക്കും. അതും ശരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, അത് വായിക്കാതെ മനസ്സിലായില്ലേ. അപ്പോൾ ഏതായിരിക്കും ഉത്തരം വരുന്ന? ഉത്തരം A ആയിരിക്കും. ഇപ്പൊ കിട്ടിയില്ലേ 3 സ്റ്റേറ്റ്മെന്റ്. ഈ 4ാം സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിഞ്ഞുവെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂലേ? പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ചിക്കൻ ക്ലാസസ്. ചിക്കൻ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന ഏതൊക്കെ എന്നാ ചോദിച്ചിരിക്കുന്നത്.
ഏതൊക്കെയാ ചോദിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഉത്തരം ഒന്ന് ആലോചിച്ച് പറഞ്ഞോളാം കേട്ടോ. ആദ്യം എലിമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അമേരിക്കൻ ക്ലാസ് ചിക്കൻസ് ഹാവ് ക്ലീൻ ഷാങ്ക് ആൻഡ് യെല്ലോ സ്കിൻ. അത് ശരിയല്ലേ മക്കളെ? അതെ, ശരിയാണല്ലേ. അമേരിക്കൻ ചിക്കൻ എന്ന് പറയുമ്പോൾ ഫെതേർഡ് ഷാങ്ക് കാണപ്പെടുന്നത് ഏതിനാണ്? ഏഷ്യാറ്റിക് ക്ലാസ്സിൽ മാത്രമാണ്. അതുപോലെ യെല്ലോ സ്കിൻ ആർക്കുണ്ട്? അമേരിക്കൻ ക്ലാസ്സിനും ഇംഗ്ലീഷ് ക്ലാസ്സിനും ഉണ്ട് അല്ലേ, നമുക്കറിയാം. അപ്പോൾ എന്താണ് അമേരിക്കൻ ക്ലാസ്? അപ്പോൾ അത് ശരിയായ പ്രസ്താവനയല്ലേ? അപ്പോൾ അത് തെറ്റാണ്, അത് തെറ്റായ പ്രസ്താവന വേണ്ടത് അല്ലേ, വേണ്ടത്. അപ്പോഴത്തേക്ക് ഇത് ശരിയായത് കൊണ്ട് തന്നെ ഒന്ന് ഉള്ളത് എല്ലാം കളയാം. സിയിൽ ഒന്ന് തെറ്റാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കും. തെറ്റായ ഏതൊക്കെ എന്നില്ല ചോദിച്ചിരിക്കുന്നത്. സി എന്ന് പറയുന്ന ഓപ്ഷനിൽ പറയുന്നു ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് പറയുന്നു. അതല്ല, അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ സി വെട്ടിക്കളയാം, ഡിയും വെട്ടിക്കളയാം. ഇനി നമുക്ക് എ ആണോ ബി ആണോ എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. ഇനി നോക്കാം. ഇംഗ്ലീഷ് ക്ലാസ് ചിക്കൻസ് ഹാവ് ഫെതേർഡ് ഷാങ്ക്. ഇംഗ്ലീഷ് ക്ലാസ്സിലെ ചിക്കൻസ് എന്തില്ല? ഫെതേർഡ് ഷാങ്ക് ഇല്ല. നമുക്കറിയാം ക്ലീൻ ഷാങ്ക് ആണ് അല്ലേ. അപ്പോൾ എന്താണ്? രണ്ടിലും ഉള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് വെച്ച് നമുക്കൊന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇനി രണ്ടിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയായാലും തെറ്റാ നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നോക്കാം. മെഡിറ്ററേനിയൻ ക്ലാസ് ചിക്കൻസ് ഹാവ് യെല്ലോ സ്കിൻ ആൻഡ് ആർ എഗ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ. മെഡിറ്ററേനിയൻ ക്ലാസ് ഓഫ് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും യെല്ലോ സ്കിന്നും ഉണ്ട്, അതുപോലെ എന്താണ് നല്ല എഗ് പ്രൊഡ്യൂസേഴ്സും ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മൂന്നിൽ നമുക്കൊരു സംശയമുണ്ട് അല്ലെ. യെല്ലോ സ്കിന്നാണോ വൈറ്റ് സ്കിന്നാണോ മെഡിറ്ററേനിയൻ? നമുക്കൊരു സംശയം കിടക്കുന്നു അല്ലേ. നമ്മൾ അവിടെ നിർത്തി. അടുത്ത് നോക്കാം. 4 ഏഷ്യാറ്റിക് ക്ലാസ് ചിക്കൻസ് ആർ നോൺ ഫോർ ദ ഡ്യുവൽ പർപ്പസ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഡ്യുവൽ പർപ്പസ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നോക്ക് 3 ഇവിടെ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ 3 നമ്മളെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ നോക്കാം. 4 ഏഷ്യാറ്റിക് ക്ലാസ് എന്ന് പറയുന്നത് മീറ്റ് പർപ്പസ് ആണെന്ന് നമുക്കറിയാം. മീറ്റ് പർപ്പസ് ആണെന്ന് നമുക്കറിയാം അല്ലേ, അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതും തെറ്റായ പ്രസ്താവനയാണ്. നമുക്ക് ഇത് കളയാം. അപ്പോൾ എന്തായിരിക്കും? എ ആയിരിക്കും നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ചിക്കൻ ബ്രീഡ്സ്. ചിക്കൻ ബ്രീഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. നോക്കാം. ഏഷ്യാറ്റിക് ക്ലാസ് ചിക്കൻസ് ആർ നോൺ ഫോർ ദെയർ മീറ്റ് പ്രൊഡക്ഷൻ. ഏഷ്യാറ്റിക് ക്ലാസ് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് മീറ്റ് പ്രൊഡക്ഷന് വേണ്ടി അറിയപ്പെടുന്ന സാധനമാണ് അല്ലെ. മീറ്റ് പർപ്പസ് ബ്രീഡ്സ് ആണ് നമുക്കറിയാം. അപ്പോൾ ശരിയല്ലേ ചോദിച്ചിരിക്കുന്നത്? ഒന്നുള്ളത് മാത്രം എടുത്താൽ മതി. ഒന്നില്ലാത്ത ബിയെ നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ മെഡിറ്ററേനിയൻ ക്ലാസ് ചിക്കൻസ് ആർ നോൺ ഫോർ ദെയർ എഗ് പ്രൊഡക്ഷൻ. ശരിയായ പ്രസ്താവനയാണ്. രണ്ടില്ലാത്തതിനെ കട്ട് ചെയ്യാം. ഇതിൽ രണ്ടുണ്ട്, ഇതിൽ രണ്ടുണ്ട്, കുഴപ്പമില്ല. അമേരിക്കൻ ക്ലാസ് ചിക്കൻസ് ഹാവ് മാസീവ് ബോഡി സൈസ് ആൻഡ് ആർ മീറ്റ് പ്രൊഡ്യൂസേഴ്സ്. തെറ്റാണ്. അമേരിക്കൻ ക്ലാസ് ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അവ മീഡിയം ഷേപ്പ്ഡ് ആണ്. 3 എല്ലാം കളയാം അല്ലേ. ഇതിൽ 3 ഇല്ല, ഇതിൽ 3 ഉണ്ട്, അതും കളയാം. ഇനി 4 നോക്കാം. ഇംഗ്ലീഷ് ക്ലാസ് ചിക്കൻസ് ആർ എഗ് പ്രൊഡ്യൂസേഴ്സ് വിത്ത് മീഡിയം ബോഡി സൈസ്. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ, ശരിയാണ്. അപ്പോൾ എന്താണ്? 1, 2 അല്ലേ, 3 നമ്മൾ കളഞ്ഞു. അതുപോലെ തന്നെ 4 ശരിയാണ്. അപ്പോൾ 4 ശരിയായത് കൊണ്ട് ഇത് വരത്തില്ല. സി മാത്രമേ നമുക്ക് ഉത്തരമായിട്ട് വരത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് എക്സോട്ടിക് ആൻഡ് ഇന്ത്യൻ കാറ്റൽ ബ്രീഡ്സ്. എക്സോട്ടിക് ആൻഡ് ഇന്ത്യൻ കാറ്റൽ ബ്രീഡ്സ് നോക്കാം. ഇന്ത്യൻ കാറ്റൽ ഹാവ് ഹൈ അഡാപ്റ്റബിലിറ്റി ടു ഹോട്ട് ക്ലൈമറ്റ്സ്. അത് ശരിയായ പ്രസ്താവനയാണല്ലോ. കറക്റ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് അല്ലേ? ഇവിടെ വട്ടമിട്ട് വയ്ക്കണം, അല്ലാതെ പിന്നെ അത് കറക്റ്റ് ആണെന്നുള്ള അറിയണം കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഒന്നാമത്തെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നുള്ളത് മാത്രം എടുത്താൽ പോരെ. ഇതിലൊന്നുണ്ട്, ബി വരത്തില്ല, ഒരിക്കലും വരത്തില്ല. ഇത് നോക്കാം. എക്സോട്ടിക് കാറ്റിൽ ഹാവ് എ ഹംബ് അൺലൈക്ക് ഇന്ത്യൻ കാറ്റിൽ അല്ലെ. എക്സോട്ടിക് കാറ്റിൽ ലാക്ക് എ ഹംബ് അൺലൈക്ക് ഇന്ത്യൻ കാറ്റിൽ. ശരിയാണ്. എക്സോട്ടിക് കാറ്റിൽ ഹമ്പില്ല, അതും ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് നോക്കാം. 2 ഏതിലൊക്കെ ഉണ്ട്? ഇതിൽ 2 ഇല്ലല്ലോ. ഇതിൽ 2 മാത്രമേ 2 ഉള്ളൂ. അപ്പോൾ അത് 2 നോക്കിയാൽ ഇനി നമ്മൾ അടുത്ത് നോക്കാം. എക്സോട്ടിക് കാറ്റ് റീച്ച് സെക്ഷൽ മെച്ചൂരിറ്റി ഫാസ്റ്റർ ദാൻ ഇന്ത്യൻ കാറ്റ്. അതും ശരിയായ പ്രസ്താവനയാണ്. 3 വരുന്ന എടുക്കണ്ടേ? 3 വരുന്ന എടുക്കണം. ഇതിലും 3 ഉണ്ട്, ഇതിലും 3 ഉണ്ടല്ലേ. അപ്പോൾ 4 നോക്കാം. എക്സോട്ടിക് കാറ്റ് ഹാവ് എ വെൽ ഡെവലപ്ഡ് ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത്. അത് ഇല്ല, ഒരിക്കലും അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതും വരത്തില്ല. നമുക്ക് എന്താണ്? എ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറി ബ്രീഡ്. ഡയറി ബ്രീഡിന് എക്സാമ്പിൾ ഏതാണ് മക്കളെ? റെഡ് സിന്ധി അല്ലേ. റെഡ് സിന്ധി ഒരു ഡയറി ബ്രീഡിന്റെ എക്സാമ്പിൾ നമുക്കറിയാം. അതുപോലെ ഉത്തരം ഉറച്ചു വിളിച്ച് പറയണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്രോട്ട് ബ്രീഡ്. താഴത്തെ ഡ്രോട്ട് ബ്രീഡ് പറ ഏതാണ്? കങ്കായം. യെസ്, വെരി ഗുഡ്. അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. കമന്റിൽ ഇത് രേഖപ്പെടുത്തിയാലും മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. ഡ്യുവൽ പർപ്പസ് ഏതാണ്? കങ്കായം കിടക്കുന്നു, ഹരിയാന കിടക്കുന്നു, അമൃത് മഹൽ കിടക്കുന്നു. കങ്കായം, ഹരിയാന ആൻഡ് അമൃത് മഹൽ. ഏതാണ്? ഹരിയാന അല്ലെ, ഹരിയാന. അതുപോലെ വിച്ച് ബ്രീഡ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് കൗസ് ദാറ്റ് ആർ ഗുഡ് മിൽക്ക് ഈറ്റേഴ്സ്. എന്താണ് നമ്മുടെ ഡയറി ബ്രീഡ്സിനെ അങ്ങനെ വിളിക്കുന്നത് അല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഇന്ത്യൻ കാറ്റ്. നമുക്കറിയാം ബോസ് ഇൻഡിക്കസ്. ഏതാണ്? ബോസ് ഇൻഡിക്കസ്. ഉത്തരം എത്ര? ബി ആണ്. കമന്റ് ചെയ്യ്. അതുപോലെ ദ ക്യാരക്ടർ ദാറ്റ് ഈസ് ടിപ്പിക്കൽ ഓഫ് ഇന്ത്യൻ കാറ്റിൽ ബട്ട് ആംസൺ ഇൻ എക്സോട്ടിക് കാറ്റിൽ. ഏതാണ്? ഇന്ത്യൻ കാറ്റിലുണ്ട്, മറ്റേനില്ല. ഏതാണ്? ഹമ്പാണല്ലേ, അത് ഹമ്പാണ്. അതുപോലെ എക്സോട്ടിക് കാറ്റിൽ സയന്റിഫിക്കലി നോൺ ആസ് ഏതായിരുന്നു? ബോസ് ഇൻഡിക്കസ് അല്ല, ബോസ്
ടോറസ് എന്നാണ് നമുക്ക് അറിയപ്പെടുന്നത് അല്ലെ. എക്സോട്ടിക് കാറ്റിൽ മറന്നു പോകണ്ട. വിച്ച് ഫീച്ചേഴ്സ് ഹാൾമാർക്ക് ഓഫ് ഇന്ത്യൻ കാറ്റിൽ? ഏതാണ്? ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഇന്ത്യൻ കാറ്റിലിന്റെ ഹാൾമാർക്കായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. അതുപോലെ അറ്റ് വാട്ട് ഏജ് ഡു ഇന്ത്യൻ കാറ്റിൽ റീച്ച് സെക്ഷൽ മെച്യൂരിറ്റി? എത്രയാണ്? 24 മുതൽ 36 മാസക്കാലം, 2 മുതൽ 3 വർഷം വരെ വേണ്ടി വരും അല്ലെ ഇന്ത്യൻ കാറ്റിൽ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്യാനായിട്ടോ. വിച്ച് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറി ബ്രീഡ്? ഗിറാണ് ഉദാഹരണം അല്ലേ, ഗിറാണ് എൻ്റെ ഉദാഹരണം. അതുപോലെ വിച്ച് ബ്രീഡ് ഈസ് കാറ്റഗറൈസ്ഡ് അണ്ടർ ബ്രോഡ് ബ്രീഡ്സ്? താഴ്ത്തുന്നതെങ്കിൽ ബ്രോഡ് ബ്രീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കങ്കായമാണ് അതിന്റെ ഉത്തരം. സിന്ധിയും ഡിയോണിയും സൈവാളൊന്നും അല്ല, കങ്കായം. അതുപോലെ വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എക്സോട്ടിക് കാറ്റിൽ? നോക്കാം, എന്താണ് എക്സോട്ടിക് കാറ്റിന്റെ ക്യാരക്ടർ? എന്താണ് ഹൈ മിൽക്ക് പ്രൊഡക്ഷൻ അല്ലേ. എന്താണ് ഹൈ മിൽക്ക് പ്രൊഡക്ഷൻ? സി ആണ് ഉത്തരം. അതുപോലെ ഇന്ത്യൻ കാറ്റിൽ ആർ ബെറ്റർ സൂട്ടഡ് ഫോർ ഹോട്ട് ക്ലൈമറ്റ്സ് ബിക്കോസ് എന്തുകൊണ്ടാണ് ഹോട്ട് ക്ലൈമറ്റ്? എന്താണ്ടാ പറ, ഹൈ മിൽക്ക് പ്രൊഡക്ഷൻ ആണോ? അല്ല, ഹൈ ഡിസീസ് റെസിസ്റ്റൻസ് ആണല്ലേ. എന്താണ് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്? അതുകൊണ്ട് ഹോട്ട് ക്ലൈമറ്റ് അവർക്ക് വിഷയമുള്ള കാര്യം അല്ല. എ സ്ട്രെയിൻ ഈസ് ഡെവലപ്ഡ് ത്രൂ എങ്ങനെയാണ്? സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ് സ്ട്രെയിൻ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. എന്താണ് സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി നമ്മൾ പഠിച്ചാണല്ലേ. അതുപോലെ ടേം ക്ലാസ് ഇൻ പൗൾട്രി റെഫേഴ്സ് ടു എന്താണ്? ജിയോഗ്രഫിക് ഏരിയ ഓഫ് ഡെവലപ്മെന്റ് ആണ് ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വിച്ച് എക്സാമ്പിൾ ബിലോങ്സ് ടു ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സ്? ഡ്യുവൽ ഏതാ ഉദാഹരണം? ഹരിയാന കിടപ്പുണ്ട്, കങ്കായം, സിന്ധി, അമൃതമഹൽ. ഏതാണ്? ഹരിയാനയാണ് ഉദാഹരണം അല്ലേ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡ്രോട്ട് ബ്രീഡ്? ഡ്രോട്ട് ബ്രീഡ് അല്ലാത്തത് അമൃതമഹൽ ഡ്രോട്ടാണ് നമുക്കറിയാം, കങ്കായമാണ്, ഹല്ലിഗറാണ്. സിന്ധി ഡ്രോട്ട് അല്ല, അത് മിൽച്ചാണ്. എക്സോട്ടിക് ബ്രീഡ്സ് ഓഫ് കാറ്റിൽ ടിപ്പിക്കലി റീച്ച് സെക്ഷൽ മെച്യൂരിറ്റി ആയിട്ട് എത്രാമത്തെ വയസ്സിൽ എക്സോട്ടിക് ആകുമ്പോഴത്തേക്ക് എത്ര? 15 മുതൽ 18 മാസ കാലയളവിൽ നമുക്ക് എക്സോട്ടിക് കാറ്റിൽ എന്തിൽ വരും? സെക്ഷൽ മെച്യൂരിറ്റി എത്തും. അല്ലെങ്കിൽ വിച്ച് ടേം റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് വിത്ത് എ കോമൺ ഒറിജിൻ ആൻഡ് വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് അല്ലേ. ഒറ്റ ഉത്തരം ബ്രീഡ് അല്ലേ, നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അതുപോലെ വിച്ച് ഡയറി ബ്രീഡ് ഈസ് നോൺ ഫോർ പെൻഡുലസ് ഡ്യൂലാപ്പ് ആൻഡ് കപ്പേഷ്യസ് ആഡർ? അതായത് എനിക്ക് നോക്കാം, കങ്കായം, ഹല്ലിഗർ, ഹരിഹരൻ എന്നല്ല. ഉത്തരം പറയാം, ഏതാണ്? ഗീറാണല്ലേ, ഗീറാണ്. ഒറ്റയടിക്ക് ഉത്തരം പറയാം. അതുപോലെ ഉത്തരം വിളിച്ചു പറയണേ നിങ്ങൾ. ദ ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ഓർ ബേർഡ്സ് ദാറ്റ് ആർ ഹാവിംഗ് കോമൺ ഒറിജിൻ ആൻഡ് വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് നെക്സ്റ്റ് ജനറേഷൻ? ഏതാണ്? ബ്രീഡ് ആണ്, ബി ആണ് ഉത്തരം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്ത ദിവസം നോക്കാം. ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ ക്യാരക്ടേഴ്സ് ഓഫ് ഡയറി ബ്രീഡ് അല്ലേ. ദേശീയ ഡയറി ബ്രീഡിന്റെ ക്യാരക്ടർ അല്ലാത്ത കാര്യം ചോദിക്കും. നോക്കാം, ബ്രൈറ്റ് ഐസ്, വെൽ പ്രപ്പോർഷൻഡ് ബോഡി, ലൂസ് സ്കിൻ, ബോത്ത് എ ആൻഡ് ബി. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ലൂസ് സ്കിന്നും ബ്രൈറ്റ് ഐസും കിടക്കല്ലേ, ബോത്ത് എ ആൻഡ് ബി. ചാടിക്കറി ആൻസർ ചെയ്തത് അല്ലാത്തത് എന്നാ ചോദിച്ചല്ലേ. എന്താണ്? ഉത്തരം പറയടാ, ഏതാണ്? വെൽ പ്രപ്പോർഷനറ്റ് ബോഡി, ബി ആണല്ലേ ഉത്തരം അല്ലാത്തത്. ഓക്കെ, അതുപോലെ ഡാഷ് ഈസ് എ കോമൺ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡ്രോട്ട് ബ്രീഡ്സ്. ഡ്രോട്ട് ബ്രീഡിന്റെ പ്രധാനപ്പെട്ട കോമൺ ക്യാരക്ടറിസ്റ്റിക് എന്താണ് മക്കളെ? നോക്കാം, വെൽ പ്രപ്പോർഷനറ്റ് ബോഡി എന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ? ആണ്. സ്ട്രോങ് ലിംസ് ആണോ? ആണ്. ടൈറ്റ് സ്കിൻ ആണോ? ആണ്. അപ്പൊ എന്താണ്? ഡി, ആൾ ഓഫ് ദ ആണ് ഉത്തരം. അതുപോലെ ഓഡ് മാൻ ഔട്ട് ചോദിച്ചിരിക്കുന്നു. സിന്ധി, ഗീർ, കങ്കായം, സഹിവാൾ. അപ്പോൾ സഹിവാളും ഗീറും സിന്ധിയും എന്താണ്? മിൽച്ച് ബ്രീഡ് നമുക്കറിയാം. കങ്കായം എന്ന് പറയുമ്പോൾ അല്ല എന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ നമ്പർ ഓഫ് കാറ്റിൽ ബ്രീഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ് ഉത്തരം. അതുപോലെ ബഫലോ ബ്രീഡ്സ് എത്ര? 17 ആണ് ഉത്തരം നമുക്കറിയാം. അതുപോലെ നോഡൽ ഏജൻസി ഫോർ രജിസ്ട്രേഷൻ ഓഫ് ന്യൂലി ഐഡന്റിഫൈഡ് ജേം പ്ലാസ് ഏതാണ് മക്കളെ? ഏജൻസി ഏതാണ്? NBAGR ആണല്ലേ. NBAGR, സി ആണ് ഉത്തരം. അതുപോലെ ന്യൂലി രജിസ്റ്റേർഡ് ബ്രീഡ്സ് ആർ അപ്രൂവ്ഡ് ബൈ ആരാ അപ്രൂവ് ചെയ്യുന്നത്? BRC അല്ലെ, ബ്രീഡ് രജിസ്ട്രേഷൻ കമ്മിറ്റിയാണ് അപ്രൂവ് ചെയ്യുന്നത്. അതുപോലെ ഫോമർ നെയിം ഓഫ് ICR എന്താണ്? പറ, ഏതാണ്? ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് അല്ലെ, അനിമൽ റിസർച്ച് അല്ല. എന്താണ്? അഗ്രികൾച്ചർ റിസർച്ച് ആണ്. അതുപോലെ ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് എസ്റ്റാബ്ലിഷ് എന്താണ്? 1929 16 ജൂലൈ 1929 ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുപോലെ എ ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് ഡെവലപ്ഡ് ഇൻ എ സർട്ടൻ ജിയോഗ്രഫിക്കൽ ഏരിയ എങ്ങനെ വിളിക്കും നമ്മളതിനെ? ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ വരുന്ന ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് എന്ന് വിളിക്കും, ക്ലാസ് എന്ന് വിളിക്കുമല്ലേ. ഉത്തരം ഏതാണ്? ബി. പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ഉത്തരം പറ, ഉത്തരം വിളിച്ചു പറ. ഡാഷ് ഈസ് എ സബ് ഡിവിഷൻ ഓഫ് ബ്രീഡ് ഓഫ് ചിക്കൻ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ പ്ലൂമേജ്, കളർ, ഫെദർ പാറ്റേൺ ആൻഡ് കോംബ് ടൈപ്പ്. അതായത് സബ് ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാ വരുന്നത്? ക്ലാസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് ആണല്ലേ. അതിന് താഴെ ഏതാ വരുന്നത്? സബ് ഡിവിഷൻ. വെറൈറ്റി ആണ് വരുന്നത് അല്ലേ, വെറൈറ്റി ആണ്. അതുപോലെ ഡാഷ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഡെവലപ്ഡ് ഫ്രം എ പെർട്ടിക്കുലർ വെറൈറ്റി ബൈ സെലക്റ്റീവ് ബ്രീഡിംഗ്. ഏതാണ്? ഒരു വെറൈറ്റിക്ക് അകത്ത് വരുന്ന സബ് ഡിവിഷൻ എന്ന് വിളിക്കുക, സ്ട്രെയിൻ എന്ന് വിളിക്കും അല്ലേ. അത് ഡെവലപ്പ് ചെയ്യുന്ന ആളുടെ പേരിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു രേഖപ്പെടുത്തുക അല്ലേ മക്കളെ. ഇനി നമുക്ക് കുറച്ച് എന്താണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നോക്കാം മക്കളെ. ഏതൊക്കെയാണ്? മാച്ച് ദ ഫോളോയിങ് ഡെഫിനിഷൻസ് വിത്ത് ദെയർ കറസ്പോണ്ടിങ് ടേംസ് നോക്കാം. ബ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് വിത്ത് കോമൺ ആൻസസ്റ്ററി ആണ് അല്ലേ. കോമൺ ആൻസസ്റ്ററി, സബ് ഡിവിഷൻ ഓഫ് എ ബ്രീഡ് അല്ല, ഡെവലപ്മെന്റ് ത്രൂ അതല്ല, ബാക്കിയൊന്നുമല്ല. അപ്പോൾ 1B ആണ് നമുക്ക് മനസ്സിലായി. 1B ഉള്ള ഏതുണ്ട് മക്കളെ ഉത്തരം? 1B ഉള്ളത് ഒറ്റ ഉത്തരമേ ഉള്ളൂ അല്ലേ, A ആണ് ഉത്തരം. അപ്പോൾ ഒറ്റ സാധനം കിട്ടിയതിന് ഉത്തരം. അപ്പോൾ 2A ആണ് നോക്കാം. വെറൈറ്റി, സബ് ഡിവിഷൻ ഓഫ് ബ്രീഡ് ആണ് വെറൈറ്റി അല്ലേ. അപ്പോൾ സ്ട്രെയിൻ 3C ആണ്. സ്ട്രെയിൻ ഡെവലപ്പ് എടുത്തു സെലക്റ്റീവ് ബ്രീഡിംഗ് ശരിയാണ്. ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ഓഫ് ബ്രീഡ്സ് ഫ്രം എ ജിയോഗ്രഫിക് ഏരിയ നമുക്കറിയാം.
ഓക്കെ, അപ്പോൾ ആണ് ഉത്തരം. അതുപോലെ നോക്കാം, മാച്ച് ദ ഫോളോയിങ് ചിക്കൻ ക്ലാസ് വിത്ത് ഇറ്റ് സ്ട്രേറ്റ്സ്. നോക്കാം, അമേരിക്കൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരുന്നത്? അമേരിക്കൻ ക്ലാസ് സ്മാൾ ബോഡി സൈസ് വൈറ്റ് എഗ്ഷെല്ല്, അത് നമുക്കറിയാം. സ്മാൾ ബോഡി സൈസും വൈറ്റ് എഗ്ഷെല്ലും മെഡിറ്ററേനിയൻ്റെ ആണെന്ന് നമുക്കറിയാം. അപ്പം 3 A ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും 3 A ഉള്ള ഏതുണ്ട് മക്കളെ? ഒറ്റ എണ്ണയുള്ളല്ലേ, ഒറ്റ എണ്ണയുള്ള. അപ്പോൾ ഇതായിരിക്കും ഉത്തരം. ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് മക്കളെ ചോദ്യങ്ങൾ വരിക. നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മേഖലയിൽ നിങ്ങളൊരു അഗ്രഗണ്യരായിട്ട് മാറുന്ന തലത്തിലേക്ക് നമ്മൾ കാര്യം കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരികയും ഈ ഓരോ ക്ലാസ്സുകളും നിങ്ങളെ പവറിനെ 200% വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കും വേണം. എന്നാൽ മാത്രമേ നമ്മളതിനകത്ത് രക്ഷപിടിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ പവറാണ് നമ്മുടെ വിജയം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ത്രൂ ഔട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പവർ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷൻ ഒരു തരി പോലും കെടാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു സംശയം വേണ്ട കാര്യത്തില്ല. ഇനി അത് കുറയുന്ന സമയത്ത് നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും. ആ സെൽഫ് മോട്ടിവേഷൻ കുറയുന്ന സമയത്ത് നിങ്ങൾ ഒന്നിലും ഒരു ക്ലാസ് എടുത്ത് കുറച്ച് നേരം കേട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാലും മതി, നമുക്ക് കൂടെ നിൽക്കാം. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സപ്പോർട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് 200% ആത്മാർത്ഥത നിങ്ങൾ തിരിച്ചിങ്ങോട്ട് കാണിച്ചേക്കുക. അതെങ്ങനെ? റിസൾട്ടിലൂടെ ആയിരിക്കണം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചുകൊണ്ട് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറക്കാം. നിങ്ങളായി, നിങ്ങളുടെ ലോകമായി, നിങ്ങളുടെ സർവീസായി, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വെബിനാറിൽ കൂടി നേരിട്ട് സംവദിക്കാം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഷെയർ കൊടുക്കാൻ മറക്കണ്ട. എല്ലാവരും നന്നായിട്ട് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. ഈ വരുന്ന നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റ് എല്ലാം നമ്മുടെ സഹകാരിയുടെ സ്റ്റുഡൻസ് മാത്രം കൊണ്ട് നിറയ്ക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ കോഴിക്കോടിലാണെങ്കിൽ അങ്ങും കുറച്ച് റാങ്കുകളൊക്കെ മിസ്സിംഗ് ആയിരുന്നില്ലേ കോഴിക്കോട് കണ്ടപ്പോഴത്തേക്കും? അതുപോലെ ഇനി ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ സന്ധിക്കും വരെ വണക്കം.